ആത്മോത്ക്രാന്തിയാണ് ജീവിതത്തിലെ പരമമായ നേട്ടം എന്ന് ആത്മവിജ്ഞാനത്തിൻ്റെ ക്ലാസ്സുകളിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ആത്മവിജ്ഞാനം ജഗത്തിൻ്റെ ഉത്പത്തി പരിണാമങ്ങളെ ചർച്ച ചെയ്യുന്ന വിജ്ഞാനമാണ്. ജീവിതത്തിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം, അതിൻ്റെ പ്രാപ്തിക്കുള്ള ഉപായം, ഇതെല്ലാം ഈ വിജ്ഞാനത്തിൻ്റെ പരിധിയിൽ വരുന്നു. അവിടെ ആത്മോത്ക്രാന്തിയാണ് പരമമായ ലക്ഷ്യം എന്ന് പറഞ്ഞു. സെൽഫ് എവല്യൂഷൻ, തൻ്റെ ഉത്ക്രാന്തി. സത്ത എന്ന് പറയുന്ന ആദിബോധം ഉത്ക്രമിച്ചാണ് ജഗത്തായത്. അത് ഉത്ക്രമിച്ചുകൊണ്ടിരിക്കുന്ന സത്താണ് ജഗത്ത്. ആ ഉത്ക്രാന്തിയുടെ ഉച്ചതമമായ ഉത്പന്നമായിട്ടാണ് മനുഷ്യൻ എന്ന ജന്തുവർഗം ഉണ്ടായത്. ആ മനുഷ്യന്റെ ജീവിതം എന്തിനു വേണ്ടിയാണ്, അതിൻ്റെ പരമമായ പ്രാപ്യം എന്താണെന്ന് നോക്കുമ്പോൾ ഈ ജഗത്തിന്റെ ഉത്ക്രാന്തിയിൽ മനുഷ്യൻ എന്ന ജന്തുവർഗം ഏത് ബോധതലത്തിലാണോ ഉണ്ടായത്, ആ ബോധതലത്തിൽ നിന്ന് പിന്നെയും ഉത്ക്രമിക്കുക എന്നുള്ളതാണ്. ജഗത്തിന്റെ തന്നെ ലക്ഷ്യം ഉത്ക്രാന്തിയാണ്. ജഗത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു പ്രക്രിയ ഉത്ക്രാന്തിയാണ്. എന്തെല്ലാം ജഗത്തിലുണ്ടോ അതെല്ലാം ബോധം ഉത്ക്രമിച്ച് ആ രൂപത്തിലായി തീർന്നിട്ടുള്ളതാണ്. മനുഷ്യനായി തീർന്ന ഒരു ബോധതലമുണ്ട്. ഓരോരോ ബോധതലങ്ങളിലാണ് ഓരോരോ ജന്തുവർഗം ഉണ്ടാവുന്നത്. മനുഷ്യനുണ്ടായ ഒരു ബോധതലമുണ്ട്. ആ തലത്തിൽ നിന്ന് പിന്നെയും എത്ര വേണമെങ്കിലും നമുക്ക് ഉയർന്നു പോകാൻ സാധിക്കും. മനുഷ്യ വർഗത്തിന്റെ വിശേഷം മറ്റു ജന്തുവർഗങ്ങളെല്ലാം പൊതുവായ ജന്തുവർഗത്തിന്റെ ഉത്ക്രാന്തിയിൽ കൂടി മാത്രം ഉയരുമ്പോൾ മനുഷ്യന് ബോധപൂർവം സ്വപ്രയത്നം കൊണ്ട് തൻ്റെ നിലവിട്ട് ഉയരാൻ സാധിക്കും, താൻ എത്തിച്ചേർന്നിരിക്കുന്ന നിലയിൽ നിന്ന് ഉത്ക്രമിക്കാൻ സാധിക്കും എന്നതാണ്. ഇത് മനുഷ്യന് മാത്രമുള്ള കഴിവാണ്. അതുകൊണ്ട് തന്നെ മനുഷ്യന്റെ പരമമായ ധർമ്മം ഈ ഉത്ക്രാന്തി കൈവരിക്കലാണ്. അതിനെയാണ് ആത്മോത്ക്രാന്തി, സെൽഫ് എവല്യൂഷൻ എന്ന് വിളിക്കുന്നത്. ഉത്ക്രാന്തി സാധിക്കണമെങ്കിൽ അതിന് ബോധതലം ഉയരുകയാണല്ലോ വേണ്ടത്. ബോധം ഉത്ക്രമിച്ചാണ് എല്ലാം ഉണ്ടായത്. എല്ലാ ശക്തികളും ദ്രവ്യങ്ങളും ഒക്കെ ബോധത്തിന്റെ ഉത്ക്രാന്തിയിൽ ഉണ്ടായതാണ്. ബോധമാണ് ആദ്യം ഉത്ക്രമിക്കുന്നത്. ബോധമാണ് ഉത്ക്രാന്തിയെ മുഴുവൻ നയിക്കുന്നത്. മുഴുവൻ ജഗത്തും ഉത്ക്രമിച്ചുകൊണ്ടിരിക്കെ ഉത്ക്രാന്തിയെ നയിക്കുന്ന ഒരു ബോധതലം ജഗത്തിലുണ്ട്. അതിനെ നായക തലം എന്ന് വിളിക്കുന്നു. ലീഡിങ് എഡ്ജ്, ഉത്ക്രാന്തിയുടെ നായക തലം. ഓരോ ജന്തുവർഗവും ക്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അതിൻ്റെ നിലയ്ക്ക്. മനുഷ്യന്റെ ഉത്ക്രാന്തിയാണ് നിസ്സീമമായ ഉത്ക്രാന്തി. അതിരില്ല അതിന്. പൂർണ്ണബോധം വരേക്ക് ഉത്ക്രമിക്കാം. പൂർണ്ണതയിൽ എത്താൻ കഴിയുള്ള ജന്തു മനുഷ്യൻ മാത്രമാണ്. അതുകൊണ്ടാണ് അങ്ങനെയുള്ള മനുഷ്യജന്മം കൈവന്ന് കഴിയുമ്പോൾ പിന്നെ നമ്മുടെ പരമമായ ധർമ്മം ആത്മോത്ക്രാന്തിയാണ് എന്ന് പറഞ്ഞു. ഓരോ വ്യക്തിയും
പ്രയത്നിച്ച് ഉത്ക്രാന്തി കൈവരിക്കും. അങ്ങനെ ഉത്ക്രാന്തി ഉണ്ടാകണമെങ്കിൽ ആദ്യം നമ്മുടെ ബോധതലമാണ് ഉത്ക്രമിക്കുന്നത്. അടിസ്ഥാനപരമായിട്ട് നമ്മൾ എല്ലാവരും ബോധമാണ്. മൂലസ്വരൂപം കൊണ്ട് ജഗത്തിലെ എല്ലാ പദാർത്ഥങ്ങളും ബോധമാണ്. ബോധം ഉത്ക്രമിച്ചാണല്ലോ എല്ലാമായി തീർന്നത്. എല്ലാറ്റിൻ്റെയും മൂലസ്വരൂപം ബോധം. ശുദ്ധബോധം എന്നത് ആരിലും ഇല്ല, എങ്ങുമില്ല. സത്യനെ ശുദ്ധബോധം എന്ന് വിളിക്കാം. അതിൽ വേറെ ഒന്നും ചേർന്നിരിക്കുന്നില്ല. ഒരിക്കൽ സത്ത് ഉത്ക്രമിക്കാൻ തുടങ്ങുമ്പോൾ പിന്നെ അസംഖ്യങ്ങളായ ജാഗതിക പദാർത്ഥങ്ങൾ ഉണ്ടായി വരുന്നു. ക്രാന്തിയുടെ ഉത്പന്നങ്ങളായിട്ട് അസംഖ്യം ബോധതലങ്ങള്, ശക്തിതലങ്ങള്, ദ്രവ്യതലങ്ങള്, ത്രയാത്മകങ്ങള്, അതിൻ്റെയൊക്കെ സംയുക്തങ്ങള്, ഇങ്ങനെയെല്ലാം ഉണ്ടായി വരും. പിന്നെ ശുദ്ധമായ ബോധമെങ്ങുമില്ല. പിന്നെ എല്ലായിടത്തും സങ്കീർണതയാണ്. ബോധത്തിന് അത് സങ്കല്പിച്ച് ഉത്ക്രമിക്കുമ്പോൾ, സങ്കല്പിക്കുമ്പോൾ തന്നെ ഉള്ളടക്കമായല്ലോ. സങ്കല്പം ബോധത്തിന്റെ ഉള്ളടക്കമാണ്. സത്ത് സങ്കല്പിക്കുമ്പോഴാണ് ഉത്ക്രാന്തി ആരംഭിക്കുന്നത്. സങ്കല്പിച്ചപ്പോൾ സത്തിന് തന്നെ സങ്കല്പം എന്ന ഉള്ളടക്കം ഉണ്ടായി. പിന്നെ അത് ശുദ്ധബോധമല്ല, സങ്കല്പത്തോട് കൂടിയ ബോധമാണ്. അപ്പൊ സങ്കല്പിക്കുന്നതിന് മുമ്പുള്ള ബോധം, സങ്കല്പ പ്രാഗഭാവത്തിലെ സത്ത്, ഇത് മാത്രമാണ് ശുദ്ധബോധം എന്ന് വിളിക്കാം. പിന്നെ സങ്കല്പത്തോടു കൂടിയ ബോധമാണ്. പിന്നെ ഉത്ക്രമിച്ചുകൊണ്ടേയിരിക്കുന്നു. സംഖ്യം ബോധങ്ങൾ, ശക്തികൾ, ദ്രവ്യങ്ങൾ, ത്രയാത്മകങ്ങൾ എല്ലാം ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. ഉള്ളടക്കം വർദ്ധിച്ചുകൊണ്ടുവരികയാണ്. നമ്മുടെ എല്ലാവരുടെയും ബോധത്തിന് ഉള്ളടക്കമുണ്ട്. ബോധം എന്ന് പറഞ്ഞാൽ ഒരു ബോധമല്ല, അസംഖ്യം ബോധതലങ്ങൾ ഓരോ മനുഷ്യനിലും ഉണ്ട്. അതിലെല്ലാം ഉള്ളടക്കവും ഉണ്ട്. ഈ ഉള്ളടക്കത്തെ വ്യാകൃതി എന്ന് വിളിക്കും. വ്യാകൃതി. ഈ വ്യാകൃതി രണ്ട് വിധത്തിലുണ്ട്. സംസ്കൃതി എന്നും വികൃതി എന്നും. പ്രകൃതിയിൽ നിന്ന് ഉയർന്നു പോകുന്നത് സംസ്കൃതി, താണു പോകുന്നത് വികൃതി. പ്രകൃതി എന്ന് പറയുന്നത് ബോധം തന്നെയാണ്. മൂലപ്രകൃതി എന്ന് പറയുന്ന സത്താണ്. എല്ലാം ഏതിൽ നിന്നുണ്ടാകുന്നു, അതാണ് പ്രകൃതി. എല്ലാം ഉണ്ടാകുന്നത് ബോധത്തിൽ നിന്നായതുകൊണ്ട് ബോധം തന്നെയാണ് പ്രകൃതി. വേറെ പ്രകൃതിയില്ല. വേറെ പ്രകൃതിയുടെ കൽപ്പനകളെല്ലാം കപട ശാസ്ത്രങ്ങളാണ്. സത്ശാസ്ത്രത്തിന്റെ കാഴ്ചയിൽ ബോധം തന്നെയാണ് പ്രകൃതി. അതിൽ നിന്നാണ് എല്ലാം ഉണ്ടാകുന്നത്. ബോധം സ്പന്ദിക്കുമ്പോൾ ശക്തി ഉണ്ടാകുന്നു, ശക്തി ഘനീഭവിച്ച് ദ്രവ്യമാകുന്നു. പിന്നെ ഇതിൻ്റെ എല്ലാം പലതരത്തിലുള്ള ചേരുവകൾ, സംയുക്തങ്ങൾ ഉണ്ടാകുന്നു. ഇങ്ങനെയാണ് ജഗത്ത് വർദ്ധിക്കുന്നത്. വികൃതി, സംസ്കൃതി എന്ന രണ്ട് വിധം വ്യാകൃതി. സംസ്കൃതി എന്ന് പറയുന്നത് സമ്യജ്ഞാനം കൊണ്ടും സത്കർമ്മം കൊണ്ടും ഉണ്ടാകുന്നതാണ്. യഥാർത്ഥ ജ്ഞാനം ആണ് സമ്യജ്ഞാനം. വിപരീത ജ്ഞാനം കൊണ്ടും ദുഷ്കർമ്മം കൊണ്ടും ഉണ്ടാകുന്ന അധോഗതിയാണ് വികൃതി. അങ്ങനെ രണ്ടു വിധമായ ഉള്ളടക്കം, രണ്ടു വിധം വ്യാകൃതികൾ, സംസ്കൃതി, വികൃതി. ഇതിൽ സംസ്കൃതിയാണ് ഉത്ക്രാന്തിയെ സഹായിക്കുന്നത്. ഉത്ക്രമിക്കാൻ സംസ്കൃതിയാണ് ആവശ്യം. വികൃതി ഉത്ക്രാന്തിക്ക് വിപരീതമായിട്ടാണ് പോകുന്നത്. അത് അപക്രാന്തിയെയാണ് ഉണ്ടാക്കുന്നത്. കൗണ്ടർ റെവല്യൂഷനാണ് ഉണ്ടാകുന്നത്. സംസ്കൃതി കൊണ്ട് ഉത്ക്രാന്തിയും വികൃതി കൊണ്ട് അപക്രാന്തിയും ഉണ്ടാകുന്നു. നമ്മളെല്ലാവരും സുഖം ആഗ്രഹിച്ചാണ് എല്ലാം ചെയ്യുന്നത്. സുഖം വരണം, ദുഃഖം വരരുത്.
ഇതാണ് സർവപ്രാണികളുടെയും ആഗ്രഹം. ഓരോ അവസരത്തിലും നമുക്ക് തൽക്കാലം ഉള്ളതിനേക്കാൾ കവിഞ്ഞ സുഖം വേണം എന്ന ആഗ്രഹം ഉണ്ടാവും. സുഖത്തിൽ ആർക്കും തൃപ്തിയില്ല. സുഖം ഉണ്ടാകും തോറും കൂടുതൽ സുഖത്തിന് വേണ്ടി ആഗ്രഹം ഉണ്ടാകും. കൂടുതൽ സുഖം എങ്ങനെ ഉണ്ടാകും? ആത്യന്തികമായിട്ട് കൂടുതൽ സുഖമുണ്ടാകണമെങ്കിൽ കൂടുതൽ ഉത്ക്രാന്തി ഉണ്ടാകണം. സത്ത് ഉത്ക്രമിച്ചത് തന്നെ സുഖത്തിന് വേണ്ടിയാണ്, സുഖത്തെ വർദ്ധിപ്പിക്കാൻ വേണ്ടിയാണ്. ഉത്ക്രാന്തിയുടെ മൂലപ്രേരണ തന്നെ സുഖമാണ്, സുഖേച്ഛയാണ്. പിന്നീട് ലോകത്തിൽ ഉണ്ടാകുന്ന സകല വ്യാപാരങ്ങളും, സർവപ്രാണികളുടെയും സർവ്വവ്യാപാരങ്ങളും സുഖത്തിന് വേണ്ടി തന്നെയാണ്. നമുക്ക് ഇപ്പോൾ ഉള്ളതിനേക്കാൾ കൂടുതൽ സുഖമുണ്ടാകാൻ ഒരു വഴി മാത്രമേ ഉള്ളൂ, അത് കൂടുതൽ ഉത്ക്രമിക്കുക എന്നുള്ളതാണ്. സുഖത്തെപ്പറ്റി നമുക്ക് വളരെ വിശദമായിട്ട് ചിന്തിക്കേണ്ടി വരും പിന്നീട്. ആ സമയത്ത് അതിനെക്കുറിച്ചുള്ള അധികം ചർച്ചകളിൽ ഏർപ്പെടാം. വാസ്തവമായ സുഖം ഉത്ക്രാന്തി കൊണ്ട് മാത്രമേ ഉണ്ടാകൂ. ക്രാന്തി സംസ്കൃതി കൊണ്ടേ ഉണ്ടാകൂ. സംസ്കൃതിക്ക് സമ്യക് ജ്ഞാനമാണ് ഒന്നാമത്തെ ആവശ്യം. ജ്ഞാനവും കർമ്മവും കൊണ്ടാണ് ഉത്ക്രാന്തി. സമ്യക് ജ്ഞാനവും സത്കർമ്മവുമാണ് സംസ്കൃതിയെ ഉണ്ടാക്കുന്നത് എന്ന് പറയുമ്പോൾ ഈ സമ്യക് കർമ്മം തന്നെ ഉണ്ടാകുന്നത് സമ്യക് ജ്ഞാനത്തിൽ നിന്നാണ്. എല്ലാ കർമ്മങ്ങളും ഏതെങ്കിലും ജ്ഞാനത്തിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അപ്പൊ അവിടെയും പ്രാഥമികമായത് ജ്ഞാനമാണ്. ജ്ഞാനത്തിൽ നിന്ന് കർമ്മം ഉണ്ടാകുന്നു. ജ്ഞാനത്തിന്റെ അടിസ്ഥാനം കൂടാതെ, ജ്ഞാനത്തിന്റെ വെളിച്ചം കൂടാതെ ഒരു കർമ്മവും ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ട് പരമമായത് ജ്ഞാനം തന്നെയാണ് എന്ന് തീർച്ച. അപ്പോ സമ്യജ്ഞാനമാണ് ഏറ്റവും പ്രധാനമായ ആവശ്യം. അപ്പൊ അതെങ്ങനെ ഉണ്ടാകും എന്നതാണ് പിന്നെ വരുന്ന പ്രശ്നം. ഈ സമ്യജ്ഞാനം അല്ലെങ്കിൽ യഥാർത്ഥ ജ്ഞാനം, ഇതിന് പ്രമ എന്ന് പേര്. പ്രമ പ്രമ എന്ന് പറഞ്ഞാൽ യഥാർത്ഥ ജ്ഞാനം അല്ലെങ്കിൽ സമ്യക് ജ്ഞാനം എന്നർത്ഥം. പ്ര എന്ന ഉപസർഗത്തോടു കൂടിയ മാങ് മാനെ എന്ന ധാതുവിൽ നിന്നാണ് പ്രമ എന്ന പദം ഉണ്ടാകുന്നത്. മാനം ചെയ്യുക എന്നതിന് അറിയുക എന്നും അളക്കുക എന്നും അർത്ഥമുണ്ട്. ഇംഗ്ലീഷിലെ മെഷർ എന്ന് പറയുന്നത് പോലെ മെഷർ എന്ന് പറഞ്ഞാലും അറിയുക എന്നർത്ഥമുണ്ട്, അളക്കുക എന്നും അർത്ഥം. അതുപോലെ ഈ മാങ് എന്ന ധാതുവിനും അറിയുക എന്നർത്ഥമുണ്ട്, അളക്കുക എന്നും അർത്ഥമുണ്ട്. പ്രകർഷേണ മാനം ചെയ്യപ്പെട്ടത് ആണ് പ്രമ, യഥാർത്ഥ ജ്ഞാനം. മാനം ചെയ്യപ്പെട്ടത് എന്ന് പറയുമ്പോൾ അറിയപ്പെട്ടത് എന്നർത്ഥം. ഇത് പ്രമാണങ്ങൾ കൊണ്ട് പരീക്ഷിച്ച് തീരുമാനം വന്ന അറിവിന്റെ പേരാണ്. തീരുമാനം വന്ന അറിവ്, ഇതിൽ ഇനി സംശയമില്ല, ഇതിങ്ങനെ തന്നെയാണ് എന്ന് തീർച്ചയായിട്ടുണ്ട്. അങ്ങനെ തീരുമാനം വന്ന അറിവിനെയാണ് പ്രമ എന്ന് വിളിക്കുന്നത്. ഈ പ്രമ എന്തുകൊണ്ട് ഉണ്ടാകുമോ അതിന് പ്രമാണം എന്ന് പേര്. പ്രമയുടെ കരണമാണ് പ്രമാണം. പ്രമാ കരണം പ്രമാണം
എന്ന് പ്രമാണത്തിന്റെ നിർവചനം. എന്താണ് കരണം? കരണത്തെ നിർവചിക്കുന്നത് വ്യാപാരവത് അസാധാരണം കാരണം കരണം. വ്യാപാരവത്വം അസാധാരണവുമായ കാരണമാണ് കരണം. വ്യാപാരം എന്നാൽ പ്രവൃത്തി, അതിനോട് വതുപ്പ് എന്നാ പ്രത്യേകം ചേർത്തു. അപ്പൊ അതുള്ളത് എന്നർത്ഥം. വതുപ്പ് മതുപ്പ് ഇങ്ങനെ രണ്ട് പ്രത്യേകങ്ങള്. അതാണ് വത് മത് എന്ന് കേൾക്കും. അതുള്ളത് എന്നർത്ഥത്തിൽ. വ്യാപാരവത്ത് എന്ന് പറഞ്ഞാൽ വ്യാപാരത്തോട് കൂടിയത്, വ്യാപാരം ഉള്ളത് എന്നർത്ഥം. വ്യാപാരം എന്നാൽ പ്രവൃത്തിയാണ്. ഈ കരണം വ്യാപരിക്കുന്നു. കരണം വ്യാപരിച്ച് കാര്യത്തെ സാധിക്കുന്നു. ഇവിടെ കാര്യം എന്ന് പറയുന്നത് ജ്ഞാനമാണ്. ഈ കരണം വ്യാപിച്ച് ജ്ഞാനത്തെ ഉത്പാദിപ്പിക്കുന്നു, ജ്ഞാനത്തെ സാധിക്കുന്നു. അങ്ങനെ വ്യാപാരം ഉണ്ടാകണം. വ്യാപാരവത്. പിന്നെ അസാധാരണം, സാധാരണമല്ലാത്തത്. യഥാർത്ഥ ജ്ഞാനത്തിന്റെ കാരണമായിരിക്കുമ്പോൾ തന്നെ വേറെ പലതിൻ്റെയും കൂടി കാരണമായ പലതും ഉണ്ടാകാം. അപ്പൊ അത് സാധാരണ കാരണമാണ്. ഒരുപാട് കാരണങ്ങൾക്ക് സാധാരണമായ കാരണമാണ്. ദിക്ക്, കാലം, അദൃഷ്ടം ഇതെല്ലാം സർവകാര്യങ്ങൾക്കും കാരണമാണ്. ദിക്ക്, കാലം, അദൃഷ്ടം. അദൃഷ്ടത്തിന് കാണപ്പെടാത്തത് എന്നർത്ഥം. ഇത് അജ്ഞാത അത്യയുടെ പേരാണ്. അത്യയി വേരിയബിൾ. അജ്ഞാതങ്ങളായ അത്യയികൾ, അൺനോൺ വേരിയബിൾസ്. നമ്മൾ പ്രവർത്തിക്കുന്ന എല്ലാ മേഖലകളിലും നമ്മുടെ അറിവിൽപ്പെടാത്ത ഒരുപാട് അത്യയികളുണ്ട്, വേരിയബിൾസ് ഉണ്ട്. അതിനെയെല്ലാം അജ്ഞാത അത്യയികൾ, അൺനോൺ വേരിയബിൾസ് എന്ന് വിളിക്കും. ഇത് ഹിഡൻ വേരിയബിൾസ് എന്ന് പറയാം, ഗൂഢാത്യയികൾ. പ്രകടമല്ലാത്തത് ഗൂഢം, നമുക്ക് അറിയാൻ കഴിയാത്തത്, കാണപ്പെടാത്തത് കൊണ്ട് തന്നെ അതിനെ അദൃഷ്ടം. ദൃഷ്ടം കാണപ്പെട്ടത്, അദൃഷ്ടം കാണപ്പെടാത്തത്. അദൃഷ്ടം എന്ന് പറഞ്ഞാൽ അജ്ഞാത അത്യയികൾ, അൺനോൺ വേരിയബിൾസ് എന്നാണ്. ഇതിൽ പലതിൻ്റെയും കാരണമായിട്ട് വരും, ജ്ഞാനത്തിന്റെ കാരണമായിട്ട് ഇരിക്കാം. പക്ഷെ അതൊക്കെ സാധാരണ കാരണങ്ങളാണ്. ദിക്ക്, കാലം, അദൃഷ്ടം ഇതൊക്കെ എല്ലാറ്റിൻ്റെയും കാരണങ്ങളാണ്, സർവകാര്യങ്ങളുടെയും കാരണങ്ങളാണെന്നാണ് പറയുക. ഇങ്ങനെ സാധാരണ കാരണങ്ങൾ ഒരുപാടുണ്ട്. അതിനൊന്നും കരണമെന്ന് പേരില്ല. അസാധാരണമായ കാരണം മാത്രമാണ് കരണം. ഒരു ജ്ഞാനം ഉണ്ടാകുന്നതിന് ഇങ്ങനെ അസാധാരണമായ ഒരു കാരണം ഉണ്ടാകും. ആ കാരണത്തെയാണ് കരണം എന്ന് വിളിക്കുന്നത്. ഉദാഹരണത്തിന് നമ്മൾ രൂപങ്ങൾ കാണുന്നു. രൂപങ്ങൾ കാണുന്നതിന് ഈ പറഞ്ഞ ദിക്കും കാലവും ഒക്കെ കാരണമാണ്. ഏതെങ്കിലും ദിക്കിൽ ഏതെങ്കിലും കാലത്ത് മാത്രമേ കാഴ്ച ഉണ്ടാവുള്ളൂ. ആ കാഴ്ച ഉണ്ടാകുന്നതിന് വെളിച്ചം ഒരു കാരണമാണ്, ഇരുട്ടിലൊന്നും കാണാൻ സാധിക്കില്ല. അപ്പോൾ രൂപം കാണുന്നതിന് വെളിച്ചം കാരണമാണ്. പക്ഷെ ഇതൊന്നും അസാധാരണ കാരണമല്ല, ഇതെല്ലാം വേറെ പലതിൻ്റെയും കാരണമാണ്. രൂപജ്ഞാനം ഉണ്ടാകുന്നതിന്റെ അസാധാരണ കാരണം കണ്ണാണ്. ശബ്ദം കേൾക്കുന്നതിന്റെ അസാധാരണ കാരണം ചെവിയാണ്. അപ്പൊ നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങൾ ജ്ഞാനത്തിന്റെ അസാധാരണ കാരണങ്ങളാണ്. ഇതുപോലെ ഏത് ജ്ഞാനം എടുത്താലും അതിൻ്റെ ഒരു അസാധാരണ കാരണം കാണാൻ സാധിക്കും. ഈ അസാധാരണ കാരണത്തെയാണ്
കരണം എന്ന് വിളിക്കും. പ്രമയുടെ കരണം പ്രമാണം, കരണം പ്രമാണം എന്ന പ്രമാണത്തിന്റെ നിർവചനം. അങ്ങനെ പ്രമാണം കൊണ്ട് പ്രമ സമ്പാദിക്കുന്ന ആൾ മനുഷ്യനാണ് ഈ പ്രമാണങ്ങൾ പ്രയോഗിച്ച് അറിവ് നേടുന്നത്. അങ്ങനെ പ്രമാണങ്ങൾ പ്രയോഗിച്ച് പ്രമ സമ്പാദിക്കുന്ന ആളെ പ്രമാതാവ് എന്ന് വിളിക്കും. അപ്പൊ പ്രമാതാവ് എന്നാൽ അറിയുന്നവൻ, ജ്ഞാതാവ്. എന്തിനെയാണോ അറിയുന്നത് അതിനെ പ്രമേയം എന്ന് വിളിക്കുന്നു. പ്രമേയം, മേയം എന്ന് പറഞ്ഞാൽ മാനം ചെയ്യപ്പെടേണ്ടത്, പ്രകർഷേണ മാനം ചെയ്യപ്പെടേണ്ടത് പ്രമേയം. പ്രമാതാവ് പ്രമാണങ്ങൾ പ്രയോഗിച്ച് പ്രമേയത്തിന്റെ പ്രമ സമ്പാദിക്കുന്നു. പ്രമാതാവിന്റെ ബോധത്തിലാണ് പ്രമ ഉണ്ടാകുന്നത്. ഇങ്ങനെ പ്രമാണം, പ്രമേയം, പ്രമാതാവ് എന്ന ഇത്രയും വിഷയങ്ങൾ. പ്രമയ്ക്ക് പ്രമിതി എന്നും പേരുണ്ട്. പ്രകർഷേണ മാനം ചെയ്യപ്പെട്ടത് എന്ന അർത്ഥത്തിൽ പ്രമിതി എന്നും പേരുണ്ട്. അപ്പൊ പ്രമിതിയും പ്രമയും ഒരേ അർത്ഥത്തിലുള്ള പദങ്ങളാണ്. ഇനി ചിന്തിക്കേണ്ടത് ഈ എന്താണ് അറിയേണ്ടത്? അറിയപ്പെടേണ്ടതിന് പ്രമേയം എന്ന് പേര് പറഞ്ഞു. എന്താണ് അറിയപ്പെടേണ്ടത്? എന്താണ് നമ്മൾ ജീവിതത്തിൽ അറിയേണ്ട പ്രമേയം? ഇവിടെ എന്താണ് അറിയേണ്ടത് എന്ന ചോദ്യത്തിന് ഉത്തരം കിട്ടണമെങ്കിൽ ആദ്യം എന്തിനാണ് അറിയുന്നത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം കിട്ടണം. അറിവിന്റെ പ്രയോജനം എന്താണ്? ഇതാണ് ആദ്യം അറിയേണ്ടത്. പ്രയോജനം എന്താണ് എന്ന് ചോദിക്കുമ്പോ എന്തിച്ഛിച്ചാണോ പ്രവർത്തിക്കുന്നത് അതാണ് പ്രയോജനം. എന്തിച്ഛിച്ചാണ് പ്രവർത്തിക്കുന്നതിന് ഉത്തരം നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. സർവപ്രാണികളുടെയും സർവപ്രവൃത്തികളും സുഖത്തിന് വേണ്ടിയാണ്. സുഖാർത്ഥ സർവഭൂതാനാം മതാ സർവപ്രവൃത്തയ. പ്രാണികളുടെയും സകല പ്രവൃത്തികളും സുഖത്തിനു വേണ്ടിയാണ്. അപ്പൊ പ്രയോജനം എന്നത് സുഖമാണ്. സുഖത്തിന് പുരുഷാർത്ഥം എന്ന് ശാസ്ത്രത്തിൽ പേര് പറയുന്നു. പുരുഷന്മാരാൽ ആർത്ഥിക്കപ്പെടുന്നത് പുരുഷൈ ആർത്ഥ്യതേ ഇത് പുരുഷാർത്ഥ. എല്ലാവരും എന്താണോ ആഗ്രഹിക്കുന്നത്, ഇച്ഛിക്കുന്നത്, അത് പുരുഷാർത്ഥം. എല്ലാവരും ഇച്ഛിക്കുന്നത് സുഖമാണ്. അതുകൊണ്ട് പുരുഷാർത്ഥം എന്നാൽ സുഖം. അപ്പൊ എന്താണ് പ്രയോജനം എന്നതിന്റെ ഉത്തരം പുരുഷാർത്ഥമാണ് പ്രയോജനം. പുരുഷാർത്ഥത്തിന് വേണ്ടതിനെയാണ് നമ്മൾ അറിയാൻ ഇച്ഛിക്കുന്നത്. പുരുഷാർത്ഥം തരാത്ത ഒന്നിനെയും അറിയാൻ ആർക്കും ഒരാഗ്രഹവും ഉണ്ടാവില്ല. അങ്ങനെ വരുമ്പോ ഇനി അടുത്തൊരു ചോദ്യം വരുന്നത് എന്താണ് സുഖം? സുഖത്തിന് വേണ്ടിയാണ് എല്ലാവരും പ്രവർത്തിക്കുന്നത് എന്ന് പറയുന്നു. എന്നാൽ എല്ലാവർക്കും പ്രവൃത്തി കൊണ്ട് സുഖം ഉണ്ടാവുണ്ടോ? ദുഃഖത്തിന് വേണ്ടി ആരും പ്രവർത്തിക്കില്ല. എല്ലാവരും എല്ലാ പ്രവൃത്തികളെയും ചെയ്യുന്നത് സുഖത്തിന് വേണ്ടിയാണ്. എന്നാൽ അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ ദുഃഖം വരികയും ചെയ്യുന്നു. അപ്പൊ ദുഃഖം വരുന്നത് ദുഃഖത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത് കൊണ്ടല്ല, സുഖത്തിന് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തിയിൽ നിന്നാണ് ദുഃഖം വരുന്നത്. ഇതാണ് വളരെ വിശേഷപ്പെട്ട ഒരനുഭവം. സുഖത്തിന് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തിയിൽ നിന്ന് ദുഃഖം വരുന്നു.
സുഖത്തിന് വേണ്ടി പ്രവർത്തിച്ചാൽ സുഖം മാത്രമേ വരുള്ളൂ എങ്കിൽ ജീവിതത്തിൽ എല്ലാവർക്കും സുഖം മാത്രമേ ഉണ്ടാവുള്ളൂ. കാരണം സുഖത്തിന് വേണ്ടി മാത്രമേ പ്രവൃത്തി ചെയ്യുന്നുള്ളൂ. സുഖത്തിന് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ദുഃഖം വരും. ഇതെന്താണ് ഇങ്ങനെ വരാൻ കാരണം? അപ്പൊ നമ്മുടെ സുഖസങ്കല്പത്തിൽ തന്നെ എന്തോ തകരാറുണ്ട്. ഇവിടെ എന്താണ് സുഖം എന്ന ജ്ഞാനം ആദ്യമായിട്ടുണ്ട്. ശരിയായ സുഖമീമാംസ ഉണ്ടാകണം. സുഖമീമാംസയാണ് സുഖം നേടാൻ അത്യാവശ്യമായ. എന്താണ് സുഖം? രണ്ടാമത്, ഈ സുഖത്തിന്റെ സാധനം എന്താണ്? ഇതിനെ എന്തുകൊണ്ട് നേടാൻ കഴിയും? എന്തുകൊണ്ട് സാധിക്കാൻ പറ്റും? സുഖത്തിന്റെ സാധനം, ഈ രണ്ട് ജ്ഞാനങ്ങൾ ഉണ്ടാകണം. അതുപോലെ ദുഃഖം എന്താണ് എന്നറിയണം. സുഖം എന്താണ് എന്നറിയുന്നത് പോലെ തന്നെ ദുഃഖം എന്താണെന്നും അറിയണം. ദുഃഖത്തിന്റെ കാരണത്തെയും അറിയണം. എന്തുകൊണ്ടാണ് ദുഃഖം ഉണ്ടാകുന്നത്? ദുഃഖം എന്താണ്? എന്തുകൊണ്ടാണ് ദുഃഖം നമുക്ക് ഉണ്ടാകുന്നത്? ദുഃഖത്തിന്റെ നിമിത്തം, ദുഃഖത്തിന്റെ സാധനം എന്ന് പറയാൻ പാടില്ല. കാരണം ദുഃഖത്തെ ആരും സാധിക്കാൻ ഇച്ഛിക്കുന്നില്ല. സുഖം പറയുമ്പോൾ സുഖത്തിന്റെ കാരണത്തെ നമ്മൾ സാധനം എന്ന് പറഞ്ഞു. സുഖസാധനം. ഇതുകൊണ്ട് സുഖത്തെ സാധിക്കുന്നു, നേടുന്നു. ദുഃഖത്തെ നമ്മൾ നേടാൻ ആഗ്രഹിക്കാത്തത് കൊണ്ട് ദുഃഖത്തിന്റെ സാധനം ആരും ഇച്ഛിക്കുന്നില്ല. ദുഃഖത്തിന് സാധനമില്ല, ദുഃഖത്തിന് നിമിത്തമാണ്. അപ്പൊ സുഖത്തിന്റെ സാധനം, ദുഃഖം ദുഃഖത്തിന്റെ നിമിത്തം. ഇങ്ങനെ 4 വിഷയം. ഈ 4 വിഷയങ്ങളെയും ന്യായശാസ്ത്രത്തിൽ അർത്ഥം എന്ന് വിളിക്കുന്നു. അർത്ഥം. ന്യായശാസ്ത്രത്തിൽ അർത്ഥം എന്ന് പറഞ്ഞാൽ ന്യായശാസ്ത്രത്തിന്റെ പരിഭാഷ പ്രകാരം സുഖവും സുഖത്തിന്റെ സാധനവും ദുഃഖവും ദുഃഖത്തിന്റെ നിമിത്തവും എന്ന 4 അർത്ഥം. ഈ 4നെയും വിഷയമാക്കുന്ന ജ്ഞാനം അർത്ഥജ്ഞാനം. അപ്പൊ സുഖമുണ്ടാകണമെങ്കിൽ നമുക്ക് ആദ്യം എന്തുണ്ടാവണം? അർത്ഥജ്ഞാനം ഉണ്ടാകണം. ഇങ്ങനെ അർത്ഥജ്ഞാനം ഉണ്ടായാൽ സുഖവും സുഖത്തിന്റെ സാധനവും എന്താണ് എന്നറിഞ്ഞാൽ ആ സാധനം നേടിയിട്ട് ആ സാധനം കൊണ്ട് പിന്നെ നമുക്ക് സുഖത്തെ സാധിക്കാം. സുഖത്തെ നമ്മൾ നേടുകയാണ് ചെയ്യുന്നത്, സുഖം സമ്പാദിക്കുന്നു. അതിനെ ഉപാദാനം ചെയ്യുക എന്ന് പറയും. നേടുക എന്നതാണ് ഉപാദാനം ചെയ്യുന്നത്. അപ്പൊ സുഖം ഉപാദേയമാണ്, നമ്മൾ സമ്പാദിക്കേണ്ടതാണ്. സുഖത്തിന്റെ ഉപാദാനം. ഈ ഉപാദാനം വേണമെങ്കിൽ സുഖം എന്താണെന്നും സുഖത്തിന്റെ സാധനം എന്താണെന്നും അറിയാം. ദുഃഖത്തെ നീക്കിക്കളയാണ് വേണ്ടത്. ഉപേക്ഷിക്കുക, ത്യജിക്കുക, നമ്മളിൽ നിന്ന് അകറ്റിക്കളയുക. അതിന് ഹാനം എന്ന് പറയുന്നു. ഓഹാത്യാഗേ എന്ന ധാതുവിൽ നിന്നുണ്ടാകുന്നതാണ് ഹാനം. ത്യജിക്കുക, ഉപേക്ഷിക്കുക, ദുഃഖത്തെ അകറ്റിക്കളയുക. അപ്പൊ ദുഃഖത്തിന്റെ ഹാനം, സുഖത്തിന്റെ ഉപാദാനം, ഇതാണ് സാധിക്കുന്നത്. ഈ ഹാനോപാദാനങ്ങൾ ശരിയായിട്ട് ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്ക് ദുഃഖമില്ലാതെ സുഖമായിട്ട് ജീവിക്കാം. ഇതാണ് തത്വം. അപ്പൊ ഇങ്ങനെ ഈ ഹാനോപാദാനങ്ങൾ ശരിയായിട്ട് ചെയ്യാൻ കഴിയണം. ഇത് ശരിയായിട്ട് ചെയ്യാൻ കഴിയുന്നതിനെ പ്രവൃത്തി സാമർഥ്യം എന്ന് വിളിക്കും. പ്രവൃത്തി കർമ്മം.
എന്താണ് ആ കർമ്മത്തിന്റെ സാമർഥ്യം? കർത്താവിന്റെ സാമർഥ്യം എന്താണ്? അയാൾ തന്റെ വ്യാപാരം കൊണ്ട് സുഖം നേടുന്നു, ദുഃഖത്തെ ഒഴിവാക്കുകയും ചെയ്യുന്നു. അധ്വാനിക്കുന്നുണ്ട്, കർമ്മം ധാരാളം ചെയ്യുന്നുണ്ട്. പക്ഷെ ആ കർമ്മത്തിൽ നിന്ന് സുഖമാണ് വരുന്നതെന്ന് ഉറപ്പുവരുത്താൻ കഴിയുന്നില്ല. ദുഃഖം നീങ്ങിപ്പോകുന്നു, ദുഃഖം വരാതിരിക്കുന്നു എന്നും ഉറപ്പുവരുത്താൻ കഴിയുന്നില്ല. അപ്പോൾ അവിടെ പ്രവൃത്തി സാമർഥ്യമില്ല, ആ പ്രവൃത്തി പരാജയമാണ്. സുഖം ഇച്ഛിച്ച് പ്രവർത്തിക്കുന്നു, ദുഃഖം വന്നു ചെയ്യുന്നു. അപ്പൊ കർത്താവ് പരാജയപ്പെട്ടു, കർമ്മം പരാജയപ്പെട്ടു. ഈ ഹാനോപാദാനങ്ങൾ ശരിയായിട്ട് സംഭവിക്കുമ്പോൾ അതാണ് പ്രവൃത്തി സാമർഥ്യം. പ്രവൃത്തി സാമർഥ്യം എങ്ങനെയാണ് ഉണ്ടാവുക? അപ്പോ അർത്ഥജ്ഞാനത്തിൽ നിന്നാണ് പ്രവൃത്തി സാമർഥ്യം ഉണ്ടാവുന്നത്. പ്രവൃത്തി സാമർഥ്യം കൊണ്ട് സുഖമുണ്ടാവും. അപ്പൊ സുഖത്തിന്റെ കാരണം പ്രവൃത്തി സാമർഥ്യം, പ്രവൃത്തി സാമർഥ്യത്തിന്റെ കാരണം അർത്ഥജ്ഞാനം. ആണ് ന്യായശാസ്ത്രം തരുന്ന ഫോർമുല. എങ്ങനെ നിങ്ങൾക്ക് ജീവിതം സുഖകരമാക്കാം. അപ്പോഴാണ് ഈ അർത്ഥജ്ഞാനം എങ്ങനെ സമ്പാദിക്കുമെന്ന ചോദ്യമാണ്. സുഖം എന്താണെന്ന് എങ്ങനെ അറിയും? സുഖത്തിന്റെ സാധനം എന്താണെന്ന് എങ്ങനെ കണ്ടുപിടിക്കും? ദുഃഖം എന്താണെന്ന് എങ്ങനെ അറിയും? ആ ദുഃഖത്തിന് നിമിത്തം എന്താണെന്ന് എങ്ങനെ അറിയും? അർത്ഥജ്ഞാനം വരുന്ന വഴി ഏത്? അർത്ഥജ്ഞാനത്തിന്റെ ഉപായം എന്ത്? ഈ അർത്ഥജ്ഞാനം നേടാൻ പ്രമാണജ്ഞാനം വേണം. പ്രമ ഉണ്ടാവുന്നത് പ്രമാണം കൊണ്ടാണ് എന്ന് പറഞ്ഞല്ലോ. പ്രമാകരണം പ്രമാണം, പ്രമയുടെ കരണം പ്രമാണം. യഥാർത്ഥ ജ്ഞാനത്തിന്റെ കാരണം വ്യാപാരവത്തും അസാധാരണവുമായ കാരണം ആണ് കരണം എന്ന് പറഞ്ഞു. പ്രമയുടെ കരണമാണ് പ്രമാണം എന്നും പറഞ്ഞു. അർത്ഥജ്ഞാനം ഉണ്ടാകണമെങ്കിൽ പ്രമാണജ്ഞാനം വേണം. പ്രമാണജ്ഞാനത്തിൽ നിന്ന് അർത്ഥജ്ഞാനം, അർത്ഥജ്ഞാനം കൊണ്ട് പ്രവൃത്തി സാമർഥ്യം, പ്രവൃത്തി സാമർഥ്യം കൊണ്ട് സുഖം. വഴി സുഖമുണ്ടാകാൻ എന്താണ് വേണ്ടത് എന്നാലോചിക്കുമ്പോൾ പ്രമാണത്തിലാണ് നമ്മൾ ചെന്നെത്തുന്നത്. സുഖമുണ്ടാകണമെങ്കിൽ പ്രമാണജ്ഞാനം വേണം. പ്രമാണജ്ഞാനം ഇല്ലാത്തവന് സുഖം നേടാൻ വഴിയില്ല. ബൈ ഫ്ലൂക്ക് സുഖം വന്നേക്കാം, എന്തെങ്കിലും ഒന്ന് ചെയ്തു അസുഖത്തിനായിട്ട് ഭവിച്ചു. സുഖത്തിനും ആകാമായിരുന്നു, അത് ഭാഗ്യവശാൽ സുഖത്തിനായിരുന്നു മാത്രമേ ഉള്ളൂ. ഇത് കർത്താവിന്റെ സാമർഥ്യം കൊണ്ടല്ല, അതങ്ങനെ വന്നു ചേർന്നു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയല്ല വേണ്ടത്. സുഖം എന്താണെന്ന് അറിഞ്ഞ്, അതിന്റെ സാധനം എന്താണെന്ന് അറിഞ്ഞ് അതിൽ പ്രവർത്തിച്ചു സുഖം നടണം. അതാണ് സമർത്ഥനായ കർത്താവിന്റെ ലക്ഷണം. അപ്പൊ നമ്മൾ പുരുഷാർത്ഥത്തിന്റെ കാരണം തേടി പോകുമ്പോൾ പുരുഷാർത്ഥത്തിന് പ്രവൃത്തി സാമർഥ്യം വേണമെന്ന് കാണുന്നു, പ്രവൃത്തി സാമർഥ്യത്തിന് അർത്ഥജ്ഞാനം വേണമെന്ന് കാണുന്നു, അർത്ഥജ്ഞാനത്തിന് പ്രമാണജ്ഞാനം വേണം എന്ന് കാണുന്നു. ഇങ്ങനെ പുരുഷാർത്ഥം നേടാൻ പ്രമാണജ്ഞാനം വേണം. പ്രമാണജ്ഞാനം ഇല്ലാത്തവന് പുരുഷാർത്ഥജ്ഞാനം നേടാൻ വഴിയില്ല എന്ന് കാണും. അതുകൊണ്ട് പ്രമാണജ്ഞാനം ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നായി തീർന്നു. അടിസ്ഥാനപരമായ ജ്ഞാനം, മൗലിക ജ്ഞാനം, ജീവിതത്തിൽ അനിവാര്യമായ ജ്ഞാനം, അവശ്യം ഉണ്ടായിരിക്കേണ്ട ജ്ഞാനം പ്രമാണജ്ഞാനമാണ് എന്ന് വരുന്നു. ഈ പ്രമാണജ്ഞാനത്തിന്റെ ശാസ്ത്രമാണ് ന്യായശാസ്ത്രം.
ഇപ്പൊ ന്യായശാസ്ത്രം എന്തിനു വേണ്ടിയാണ് പഠിക്കുന്നത്? ന്യായശാസ്ത്രം പ്രമാണജ്ഞാനം നേടാൻ വേണ്ടിയാണ് പഠിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ജ്ഞാനസമ്പാദനമായിട്ട് ബന്ധപ്പെട്ട യഥാർത്ഥ ജ്ഞാനത്തെയും മിഥ്യാജ്ഞാനത്തെയും വേർതിരിക്കാനൊക്കെയുള്ള ഒരുപാട് വിഷയങ്ങൾ ന്യായശാസ്ത്രത്തിൽ വരും. എല്ലാം പ്രമാണ വിജ്ഞാനത്തിന്റെ കൂടെ പോകുന്നതാണ്. എങ്ങനെ ജ്ഞാനം സമ്പാദിക്കാം, എന്താണ് യഥാർത്ഥ ജ്ഞാനം, ഇതെല്ലാം അറിയാനുള്ള ശാസ്ത്രമാണ് ന്യായശാസ്ത്രം. എല്ലാ ജ്ഞാനങ്ങളും പ്രമാണം കൊണ്ട് മാത്രമേ ഉണ്ടാവൂ എന്നതുകൊണ്ട് ഏത് ശാസ്ത്രം പഠിക്കാനും പ്രമാണശാസ്ത്രം ആദ്യമായിട്ട് പഠിക്കണം. അപ്പൊ പ്രമാണശാസ്ത്രം എല്ലാ ശാസ്ത്രങ്ങൾക്കും ഉപകാരകമാണ് എന്ന് പറയുന്നു. ന്യായശാസ്ത്രം സർവ ശാസ്ത്രങ്ങൾക്കും ഉപകാരകം ആണ്, ഉപകാരം ചെയ്യുന്നതാണ്. വ്യാകരണം പോലെ എല്ലാ ശാസ്ത്രങ്ങൾക്കും ഉപകാരം ചെയ്യുന്ന മറ്റൊന്ന് ശാസ്ത്രമാണ് വ്യാകരണം. വ്യാകരണമാണ് ഭാഷയെ ഭരിക്കുന്നത്. ഭാഷയില്ലാതെ ഒന്നും പഠിക്കാൻ കഴിയില്ല. ഭാഷ പഠിക്കണമെങ്കിൽ വ്യാകരണം പഠിക്കണം. ഏത് ശാസ്ത്രം പഠിക്കാനും വ്യാകരണ ശാസ്ത്രം പഠിച്ചിരിക്കണം. അത് ഭാഷ വശമാവാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ന്യായശാസ്ത്രവും പഠിക്കണം. അത് പ്രമാണം വശാവാൻ വേണ്ടിയിട്ടാണ്. ഭാഷാജ്ഞാനവും പ്രമാണജ്ഞാനവും ഉണ്ടായാൽ മാത്രമേ വേറെ ഏത് ശാസ്ത്രവും പഠിക്കാൻ സാധിക്കുള്ളൂ, ഏത് ശാസ്ത്രത്തിലും ചിന്തിക്കാൻ പറ്റും. ഈ രണ്ട് ശാസ്ത്രങ്ങൾ ആദ്യം പഠിക്കുന്നു. വ്യാകരണവും ന്യായവും പഠിച്ചിട്ടാണ് മറ്റ് ശാസ്ത്രങ്ങളിലേക്കൊക്കെ പ്രവേശിക്കാതെ. രണ്ടും പഠിക്കാണ്ട് ഒരു ശാസ്ത്രത്തിലും പോയിട്ട് പ്രയോജനമില്ല, പഠിക്കാൻ പറ്റില്ല. ഇതാണ് പണ്ടൊക്കെ പഠിപ്പിക്കുന്ന രീതി. ആദ്യം വ്യാകരണം പഠിപ്പിക്കും, പിന്നെ ന്യായം പഠിപ്പിക്കും. ഇത് കഴിഞ്ഞാൽ പിന്നെ ചിത്തസംസ്കാരം, മനസ്സിന് പക്വത വരണമല്ലോ, മനസ്സ് പാകപ്പെടണം. അതിനുവേണ്ടി സൗന്ദര്യശാസ്ത്രത്തിന്റെ ശിക്ഷണം ഉണ്ടാവും, കാവ്യാലങ്കാരമൊക്കെ. ഇങ്ങനെ 3 ശാസ്ത്രങ്ങൾ, 3 വിദ്യകൾ പ്രാഥമികമാണ് എന്ന് വെച്ചു. ഈ 3 കഴിഞ്ഞാൽ 4മത്തേതാണ് പഴയ പാഠ്യപദ്ധതി പ്രകാരം ഐച്ഛിക വിഷയം, ഓപ്ഷണൽ. അത് 4മത്തേതാ. ഇത് 3 നിർബന്ധമാണ്. ഏത് ഐച്ഛിക വിഷയം പഠിക്കാനും ഇത് 3 ഉണ്ടാവും. 4മത്തേതാണ് ഐച്ഛിക വിഷയം. അപ്പൊ പണ്ടൊക്കെ 4 ശാസ്ത്രങ്ങൾ പഠിച്ചാലാണ് ശാസ്ത്രിയാവുക. ചതുശാസ്ത്രി എന്നാണ് പറയാ. 4 വിഷയങ്ങളിൽ ശാസ്ത്രിയാണ്, 4 ശാസ്ത്രം പഠിച്ച. പണ്ടത്തെ ഡിഗ്രി ശാസ്ത്രി എന്ന് പറയാൻ പഴയ ഡിഗ്രിയാണ്. ഇന്നത്തെ ഡിഗ്രിക്ക് തുല്യമാണ് പണ്ട് ശാസ്ത്രം. അപ്പൊ ഇതാണ് ഈ ന്യായശാസ്ത്രത്തിന്റെ ഏകാന്തമായ പദവി ശാസ്ത്രങ്ങളുടെ കൂട്ടത്തിൽ. ഇത് സർവശാസ്ത്ര ഉപകാരകമാണ് എന്നാണ് പറയുക. ഈ ന്യായശാസ്ത്രത്തെ ഇപ്പോൾ നമ്മൾ കേൾക്കുന്നത് ദർശനം എന്ന് പറയുന്ന ഒരു സാമാന്യത്തിന്റെ വിശേഷമായിട്ടാണ്. ന്യായ ദർശനം എന്ന് പറയാറുണ്ട്. 190 പരം ദർശനങ്ങളുണ്ട്. ഓരോ ദർശനത്തിനും ജഗത്തിനെ സംബന്ധിച്ചുള്ള സിദ്ധാന്തങ്ങൾ പറയാനുണ്ട്. 192 സിദ്ധാന്തങ്ങൾ എങ്ങനെ ഉണ്ടാവണേ ജഗത്തിന്? ജഗത്ത് എന്ന് പറയുന്നത് ഒരു വസ്തുവാണ്. ആ വസ്തുവിന് ഒരു പരമാർത്ഥമേ ഉള്ളൂ, അതിനൊരു സ്വരൂപമേ ഉള്ളൂ. അതിൻ്റെ ഉത്പത്തി പരിണാമങ്ങളെല്ലാം ഒരൊറ്റ വഴിക്ക് മാത്രമേ ഉണ്ടാകാൻ സാധിക്കുള്ളൂ. കാരണം ഒരു ജഗത്തേ ഉള്ളൂ. 192 ജഗത്തുകൾ ഉണ്ടായിരുന്നെങ്കിൽ അത് ഓരോന്നും 192 വേറെ വേറെ പ്രകാരങ്ങളിൽ ഉണ്ടായതാണെന്ന് വിചാരിക്കാമായിരുന്നു. അങ്ങനെ ഇല്ലല്ലോ, ഒരു ജഗത്തല്ലേ ഉള്ളൂ.
അപ്പൊ ആ ഒരു ജഗത്തിന് ഒരു സ്വരൂപമേ ഉള്ളൂ, അതിന് ഒരു വിധമായ ഉത്പത്തിയേ ഉള്ളൂ, അതിന് ഒരു വിധമായ പരിണാമമേ ഉള്ളൂ. ജഗത്തിന്റെ ഉത്പത്തി പരിണാമങ്ങളെ സംബന്ധിച്ച് ഒരു സിദ്ധാന്തം മാത്രമേ ഉണ്ടാകാൻ സാധിക്കൂ. അതുകൊണ്ട് അതിന് ഒരു ശാസ്ത്രം മാത്രമേ ഉണ്ടാകാൻ സാധിക്കൂ. എന്നാൽ പരസ്പര വിരുദ്ധങ്ങളായ 190-ൽ പരം ശാസ്ത്രങ്ങളാണ് ഈ ജഗത്തിനെ സംബന്ധിച്ചുണ്ടായിരുന്നത്. ഇത് മുഴുവനും കപടശാസ്ത്രമാണ് എന്നുള്ളതിന് വേറെ ഒരു തെളിവും വേണ്ടല്ലോ. ഓരോരുത്തരും അവരവരുടെ ഇഷ്ടപ്രകാരം ഇങ്ങനെ എഴുതി ഉണ്ടാക്കുകയാണ് ഈ ജഗത്ത് എന്ന് പറഞ്ഞാൽ ഇന്നതാണ്, അത് ഇങ്ങനെയാണ് ഉണ്ടായത് എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ ദർശനങ്ങളിൽ ഒന്നും പെടാത്തതാണ് പലതരം മതങ്ങളുടെ വിവരണങ്ങൾ. അവിടെ ഇപ്പൊ ജഗത്തിനെ സൃഷ്ടിക്കുന്ന ആളുണ്ട്, അത് ദൈവം, ഈശ്വരൻ. അതിനെ പാലിക്കുന്ന ആള്, ചില മതത്തിൽ സൃഷ്ടിക്കാനൊരു ദൈവം, പാലിക്കാനൊരു ദൈവം, സംഹരിക്കാൻ വേറെ ദൈവം, സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾക്ക് 3 ദൈവങ്ങൾ. ഇങ്ങനെ ജ്ഞാനത്തെ വിപരീത ജ്ഞാനമാക്കി അജ്ഞാനമാക്കി മാറ്റുന്ന വലിയ പ്രയത്നം അനവധി ആളുകൾ കൂടി 10,000-കണക്കിന് കൊല്ലം നിർവഹിച്ചിട്ടുണ്ട് ഈ ലോകത്തിൽ. അങ്ങനെ ഈ കപടശാസ്ത്രങ്ങൾ കൊണ്ടും മതങ്ങളെ കൊണ്ടും ലോകം നിറച്ചു. അബദ്ധ പഞ്ചാംഗങ്ങൾ കൊണ്ടും നിറച്ചു. എന്താണ് ശരിയെന്ന് തീരുമാനിക്കാൻ വഴിയില്ലാതെ വലയാണ് പാടുകൾ. ഇതിലേതാ ശരിയെന്ന് തീരുമാനിക്കാൻ പറ്റില്ല. ശരിയായ എന്തോ ഒന്നുണ്ട്. ഒരു ജഗത്ത് എന്തായാലും ഉണ്ടല്ലോ. ആ ജഗത്ത് ഏതോ പ്രകാരത്തിൽ ഉൽപ്പന്നമായതാണ്, അതിനൊരു കാരണം ഉണ്ടല്ലോ. ആ കാരണം ജഗത്തായിട്ട് പരിണമിച്ചു, അല്ലെങ്കിൽ ആ കാരണം ജഗത്തായി പരിണമിച്ചു എന്നുള്ള അവിടെ നിൽക്കട്ടെ. പരിണാമമാണോ അല്ലയോ എന്നുള്ള പറ്റി തന്നെ പല അഭിപ്രായമുണ്ട്. അപ്പൊ അത് സൃഷ്ടിയാണെന്നുള്ള വാദമുണ്ട്. ഓരോന്നിനെ സൃഷ്ടിക്കുകയാണ്. കാണുന്ന ഓരോ പദാർത്ഥത്തെയും ഈശ്വരൻ ഇരുന്നിട്ട് സൃഷ്ടിക്കുകയാണ് എന്ന വാദം, സൃഷ്ടിവാദം. ഇങ്ങനെ പരസ്പര വിരുദ്ധങ്ങളായ ഒരുപാട് ആശയങ്ങൾ, അഭിപ്രായങ്ങൾ ജഗത്തിനെ സംബന്ധിച്ച് ഉണ്ടായി. ഇതില് ഈ ദർശനങ്ങൾ എന്ന് പറയുന്നത് ഇങ്ങനെ ജഗത്തിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായ സംഹിതകൾ ഒരുപാടുള്ളതിൽ ഓരോന്നിനെയും ഒരു ദർശനം എന്ന് വിളിക്കും. ഈ ദർശനങ്ങള് 192 ദർശനങ്ങളുണ്ടെന്ന് പറഞ്ഞു. ഇതിനെ വൈദികം അവൈദികം എന്ന് രണ്ടായിട്ട് തിരിച്ചിട്ടുണ്ട്. വേദത്തെ പ്രമാണമായിട്ട് അംഗീകരിക്കുന്ന ദർശനങ്ങൾ വൈദിക ദർശനങ്ങൾ, അംഗീകരിക്കാത്തത് അവൈദികം. വൈദിക ദർശനങ്ങളില് ബൗദ്ധം, ജൈനം, ചാർവാകം എന്ന 3 പ്രസിദ്ധമായിട്ടുള്ളത്. ബാക്കിയൊക്കെ വേദത്തെ പ്രമാണമായിട്ട് അംഗീകരിക്കുന്നതാണ് എന്ന് പറയുന്നു. അങ്ങനെയുള്ള ദർശനങ്ങളുടെ കൂട്ടത്തിൽ 6 ദർശനങ്ങൾ പ്രധാനമാണ് എന്നും പറഞ്ഞു. ഷഡ്ദർശനങ്ങൾ: ന്യായം, വൈശേഷികം, സാഖ്യം, യോഗം, മീമാംസ, വേദാന്തം. ഇങ്ങനെയാണ് ഈ 6. ഇവിടെ എന്താണ് ദർശനം? ഈ ദർശനം എന്ന വാക്കിന്റെ അർത്ഥം ആലോചിച്ചാൽ ഏറ്റവും മഹത്വപൂർണമായ അറിവാണ് ദർശനം എന്ന് നമുക്ക് തോന്നും. അപ്പൊ പദാർത്ഥ ചിന്തയാൽ വഞ്ചിക്കപ്പെടാതെ വേണം ഇതിനെ സമീപിക്കാൻ. പദാർത്ഥം ചിന്തിച്ചാൽ വഞ്ചിതരാവും, സംശയമൊന്നുമില്ല.
വേദം എന്ന് പറയുന്നത് പോലെയാണ്. വിദജ്ഞാനേ എന്ന ധാതുവിൽ നിന്നാണ് വേദ എന്ന പദം ഉണ്ടാവുന്നത്. അതുകൊണ്ട് അതിന് അറിവ് എന്നാണ് അർത്ഥം. വേദത്തിന് അറിവ് എന്നാണ് അർത്ഥം എന്ന് പറയാറുണ്ട്. ഇങ്ങനെ വേദം കണ്ടിട്ടില്ലാത്ത ഹിന്ദുക്കൾ വേദത്തിൽ എല്ലാ അറിവുമുണ്ട്, വേദത്തിലില്ലാത്ത അറിവ് വേറെ എങ്ങുമില്ല എന്ന് പറഞ്ഞു നടക്കണം. വാസ്തവം എന്താണ്? വാസ്തവം വേദത്തിൽ ഒരറിവും ഇല്ല എന്നുള്ളതാണ്. വേദത്തിലെ ഒരു വാക്യത്തിനും ജ്ഞാനപരമായ അർത്ഥം ഇല്ല. വേദത്തിലെ ഒരു വാക്യത്തിനും ജ്ഞാനപരമായ അർത്ഥം പറയാൻ പാടില്ല എന്നാണ് വൈദിക സമ്പ്രദായം. വൈദിക സിദ്ധാന്തങ്ങളെ ക്രോഡീകരിച്ച് ജൈമിനി എഴുതിയിട്ടുള്ള സൂത്രഗ്രന്ഥമാണ് മീമാംസ. ഈ ഷഡ്ദർശനങ്ങളുടെ കൂട്ടത്തിൽ പറഞ്ഞ മീമാംസ, ജൈമിനീയ സൂത്രങ്ങൾ എന്ന് പറയുന്നു. ആ സൂത്രങ്ങളിൽ ജൈമിനി പറയും, അമ്മായസ്യ ക്രിയാർത്ഥത്വാത് അനർത്ഥക്യം അതദർത്ഥാനാം. അമ്നായസ്യ ക്രിയാർത്ഥത്വാത് അതദർത്ഥാനാം അനർത്ഥക്യം. ആംനായം വേദം, അതിന്റെ ക്രിയാർത്ഥത്വം ഹേതുവായിട്ട് ക്രിയ പ്രയോജനമായത്. വേദത്തിന്റെ പ്രയോജനം എന്താണ്? വേദത്തിന്റെ പ്രയോജനം ക്രിയയാണ്. വേദം ക്രിയയ്ക്ക് വേണ്ടിയാണ്. ക്രിയാർത്ഥം ക്രിയയ്ക്ക് വേണ്ടിയുള്ളത്, ക്രിയ പ്രയോജനമായത്. വേദം ക്രിയയ്ക്ക് വേണ്ടി ഉള്ളതാകയാൽ അതദർത്ഥാനാം അനർത്ഥക്യം. അതത് അർത്ഥം, അതല്ലാത്ത അർത്ഥം, ക്രിയ അല്ലാത്ത അർത്ഥം, ക്രിയാപരം അല്ലാത്ത അർത്ഥം. ക്രിയാപരമല്ലാത്ത അർത്ഥത്തിന്, അർത്ഥങ്ങൾക്ക് എന്തർത്ഥം വേണമെങ്കിലും പറയാലോ. ക്രിയാപരമല്ലാത്ത ഏതർത്ഥം പറഞ്ഞാലും ആ എല്ലാ അർത്ഥങ്ങൾക്കും ആ അനർത്ഥക്യം സംഭവിക്കുന്നു, അനർത്ഥകമായി തീരുന്നു, അത് അർത്ഥമല്ല എന്ന് വരുന്നു. ഇതാണ് ജൈമിനിയുടെ സിദ്ധാന്തം. അമ്നായസ്യ ക്രിയാർത്ഥത്വാത് അനർത്ഥക്യം അതദർത്ഥ. വേദം ക്രിയയ്ക്ക് വേണ്ടിയുള്ളതായതുകൊണ്ട് ക്രിയാപരമല്ലാത്ത അർത്ഥങ്ങൾക്കെല്ലാം അനർത്ഥകത്വം സംഭവിക്കുന്നു. ഒന്നും വേദത്തിന്റെ അർത്ഥം. ഇതാണ് സിദ്ധാന്തം. അപ്പൊ നമ്മൾ വൈദിക സമ്പ്രദായം സ്വീകരിച്ചാൽ ഈ നിലപാട് അംഗീകരിക്കേണ്ടി വരും. പിന്നെ പറഞ്ഞു, വിധനാത്വ ഏകവാക്യത്വ സുത്യർത്ഥേന വിധീനാംസ്യവും. വിധിവാക്യ ഏകവാക്യങ്ങളാണ് വേദവാക്യങ്ങളെല്ലാം. വേദത്തിൽ വിധിയാണ് പ്രധാനം. വിധി എന്ന് വെച്ചാൽ യാഗം ചെയ്യാനുള്ള വിധി, ഏത് സ്വർഗകാമ മുതലായിട്ടുള്ള വിധികൾ. സ്വർഗം വേണ്ടവൻ യാഗം ചെയ്യണം, ഇങ്ങനെയുള്ള വിധി, യാഗം ചെയ്യാനുള്ള വിധികൾ. ഈ വിധികളാണ് പ്രധാനം. വിധിയെ ോട് ചേർത്ത് വെച്ച് വേണം മറ്റു വാക്യങ്ങൾക്ക് അർത്ഥം പറയാം. മറ്റു വാക്യങ്ങൾ 4 വകയാണ്, വേദവാക്യങ്ങൾ 5 വകയായിട്ട് തിരിക്കുന്നു. വിധി, മന്ത്രം, അർത്ഥവാദം, നാമധേയം, നിഷേധം, ഇങ്ങനെ 5 വക. ഇതിൽ വിധിക്ക് മാത്രമേ സ്വതന്ത്രമായ അർത്ഥം. വിധി സർവതന്ത്ര സ്വതന്ത്രമാണ്. വിധിവാക്യത്തോട് ചേർത്ത് വെച്ച് വേണം ബാക്കി എല്ലാ വാക്യങ്ങൾക്കും അർത്ഥം പറയാൻ. വിധിയുടെ വിശേഷണങ്ങളാണ് ബാക്കിയെല്ലാം, വിധിശേഷങ്ങൾ. അപ്പൊ യാഗം ചെയ്യാനുള്ള വിധി, യാഗത്തിന് വേണ്ടിയാണ് വേദം ഉണ്ടായതെന്ന് പറഞ്ഞല്ലോ, ക്രിയയ്ക്ക് വേണ്ടിയാണ് ഉണ്ടായത്. അപ്പൊ അതിനെ പ്രധാനമാക്കി അതിനോട് ചേർത്ത് വെച്ച് വേണം ബാക്കി വാക്യങ്ങൾ. അപ്പൊ വിധിയുടെ വിശേഷണമല്ലാതെ ഒരു വാക്യവും വേദത്തിൽ പിന്നെ ഇല്ല. അങ്ങനെ ഒറ്റ വാക്യത്തിനും ജ്ഞാനപരമായ അർത്ഥം കിട്ടില്ല വേദത്തിൽ. വേദമെന്ന വാക്കിന് ജ്ഞാനമെന്നാണ് അർത്ഥം. അതുകൊണ്ട് വേദം മുഴുവൻ ജ്ഞാനമാണെന്ന് പറഞ്ഞിട്ട് ഒരു പ്രയോജനവും ഇല്ല. വേദത്തിൽ ഒരു വാക്യത്തിനും ജ്ഞാനപരമായ അർത്ഥം പറയാൻ പാടില്ല എന്നാണ് വൈദിക സമ്പ്രദായം.
അതുപോലെയാണ് ഈ ദർശനം എന്നുള്ള വാക്ക്. ദർശന ദൃഷ്ടികർമ്മമാണ് ദർശനം. ദൃഷ്ടി ഏതുകൊണ്ട് ദർശിക്കുന്നു? ദൃഷ്ടി നമ്മൾ കണ്ണിനെ ദൃഷ്ടി എന്ന് വിളിക്കും. വേദാന്തത്തിൽ പറയും അന്ധക്കരണ അവച്ഛിന്ന ചൈതന്യമാണ് ദൃഷ്ടി. അന്ധക്കരണ അവച്ഛിന്ന ചൈതന്യം, അന്ധക്കരണ വേദാന്തത്തിലുള്ള ഒരു വിശേഷമായ സങ്കല്പമാണ് അന്ധക്കരണം. അതിനെ പിന്നെ നമുക്ക് ഇപ്പൊ ചിന്തിക്കണ്ട. അപ്പോ അതിനാൽ അവച്ഛിന്നമായിരിക്കുന്ന ചൈതന്യം എന്ന് വേദാന്തത്തിൽ അർത്ഥം പറയും ദൃഷ്ടി. അപ്പൊ ദൃഷ്ടി കർമ്മം, അതിന്റെ കർമ്മം പോയി. കണ്ണിന്റെ കർമ്മവും ദർശനമാണ്, അന്ധക്കരണാവച്ഛിന്ന ചൈതന്യത്തിന്റെ കർമ്മവും ദർശനം തന്നെയാണ്. അപ്പൊ നമുക്ക് തോന്നും ഇത് സാക്ഷാത്കൃത ജ്ഞാനമാണ് എന്ന്. അതാണ് ഇതിൽ അപകടം എന്ന് പറഞ്ഞത്. ചൈതന്യമാണെങ്കിൽ ബോധം അത് സാക്ഷാത്കരിക്കുകയാണല്ലോ ചെയ്യുക. അപ്പൊ ഇത് സാക്ഷാത്കൃത ജ്ഞാനമാണ്, അനുഭവിച്ചറിഞ്ഞതാണ്, അനുഭവമാണ് ഇതിന് പ്രമാണം എന്ന് നമുക്ക് തോന്നും. വാക്കിന്റെ അർത്ഥം, പേരിന്റെ അർത്ഥം ചിന്തിക്കുന്നു. വാക്കിനെ വ്യാഖ്യാനിച്ച് പിൽക്കാലത്തുള്ള ചിന്തകന്മാർ ഇങ്ങനെയൊക്കെ അർത്ഥം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോ ഉദാഹരണത്തിന് അടുത്ത കാലത്ത് അങ്ങനെ അർത്ഥം പറഞ്ഞ ആളാണ് അരവിന്ദ മഹർഷി. ദർശനത്തിന്റെ അർത്ഥം പറയും. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും ദർശനത്തിന്റെ ചരിത്രം നോക്കുമ്പോൾ ഈ ശബ്ദാർത്ഥത്തെ ആസ്പദിച്ചല്ല ഈ ദർശനം എന്ന പദത്തിന്റെ അർത്ഥം പറയുന്നത്. ദർശനം എന്താണ് എന്ന് നിർവചിച്ചു വെച്ചിട്ടുണ്ട്. എല്ലാ ദാർശനികന്മാരും അംഗീകരിച്ചിട്ടുള്ളതാണ് ദർശനത്തിന്റെ യഥാർത്ഥമായ ലക്ഷണം. നമ്മൾ ഇന്ന് ഏത് ദർശനം നോക്കിയാലും അതിൽ നമുക്ക് കാണാൻ കഴിയുന്ന ലക്ഷണം ഈ നിർവചനം പറയുന്നു. അതുകൊണ്ട് ആ നിർവചനം സർവദർശനങ്ങളിലും സാധുവാണ് എന്ന് തീർച്ച. ഇത് നമുക്ക് അനുഭവിച്ചറിയാൻ കഴിയുന്നതാണ്. ഈ പറയുന്ന ലക്ഷണം എല്ലാ ദർശനങ്ങളിലും നമ്മൾ ഇപ്പോൾ നോക്കിയാൽ നമുക്ക് കാണാം. ദർശനങ്ങളുടെ ലക്ഷണം ശരിയായിട്ട് പറയുന്നതാണ് ഈ നിർവചനം. ആ നിർവചനം ഇതാണ്: ജീവേശ്വര ജഗത് ബന്ധ മോക്ഷ പ്രതിപാദകം ശാസ്ത്രം ദർശനം. ജീവേശ്വര ജഗത് ബന്ധ മോക്ഷ പ്രതിപാദകം ശാസ്ത്രം ദർശനം. ജീവൻ, ഈശ്വരൻ, ജഗത്ത്, ബന്ധം, മോക്ഷം, ഈ 5 വിഷയങ്ങളെ പ്രതിപാദിക്കുന്ന ശാസ്ത്രമാണ് ദർശനം. ഇതാണ് നിർവചനം. എല്ലാ ദർശനങ്ങളും ഈ 5 വിഷയങ്ങളെയാണ് പ്രതിപാദിക്കുന്നത്. അതുകൊണ്ട് ഈ നിർവചനത്തിൽ ഒതുങ്ങുന്നതാണ് ദർശനങ്ങളൊക്കെ. ഇവിടെയൊന്നും നമുക്ക് ഈ ദൃഷ്ടികർമ്മം പദത്തിന്റെ വ്യാപാരം കൊണ്ടുണ്ടായതാണ്, ഇത് സാക്ഷാത്കരിക്കപ്പെട്ട ജ്ഞാനമാണ് എന്നുള്ള അർത്ഥമൊന്നും കാണാൻ കഴിയില്ല. ഈ വിഷയങ്ങളിൽ ജഗത്ത് എന്ന ഒന്ന് വാസ്തവത്തിൽ ഉണ്ട് എന്ന് നമുക്ക് ഉറപ്പുണ്ട്. അതിന് പ്രമാണമുണ്ട്. എന്താ? പ്രത്യക്ഷാദി സകല പ്രമാണങ്ങളെ കൊണ്ടും ജഗത്തുണ്ട് എന്നറിയാൻ പറ്റും. ജഗത്ത് എന്ന ഒരു വിഷയം പ്രമാണസിദ്ധമാണ്. ജീവനോ ഈശ്വരനോ? ജീവൻ എന്ന് പറയുന്നത് ഈ ശരീരത്തിൽ ജീവിക്കുന്ന, വസിക്കുന്ന സൂക്ഷ്മമായ ഒരു അസ്തിത്വമാണെന്നാണ്.
അപ്പൊ നമ്മുടെ ഈ ശരീരമല്ല വാസ്തവത്തിൽ ജന്തു. ഞാൻ എന്ന് പറയുന്ന ജന്തു അല്ലെങ്കിൽ ജീവി ഈ കാണുന്ന സ്ഥൂല ശരീരമല്ല. ഈ ശരീരത്തിന് സ്ഥൂല ശരീരം എന്നാണ് പേര്. യഥാർത്ഥത്തിൽ അന്നമയ കോശം എന്നതിന് പേര് പറയുന്നു. അന്നം ഭക്ഷണം, അദ്യതേറ്റി അന്നം, അധികപ്പെടുന്നത് ഭക്ഷിക്കപ്പെടുന്നത് അന്നം. മയം ഇതിന്റെ സ്വരൂപാർത്ഥം. അന്നം സ്വരൂപമായത് ഭക്ഷണം തന്നെയാണ് ശരീരമായി തീരുന്നത്. അങ്ങനെ ഭക്ഷണം കൊണ്ട് പോഷിക്കുന്നതും ഭക്ഷണമില്ലെങ്കിൽ നശിച്ചു പോകുന്നതും ആയ ഈ ശരീരം സ്ഥൂല ശരീരമാണ്. അന്നമയ കോശം തന്നെ പേരിട്ടു. ഇനി പ്രാണമയം, മനോമയം, വിജ്ഞാനമയം എന്ന 3 കോശങ്ങളുണ്ട്. ഈ 3 കോശങ്ങളും കൂടിയത് സൂക്ഷ്മ ശരീരമാണ്. അത് മരിക്കുന്നില്ല. മരിക്കുമ്പോൾ അത് സ്ഥൂല ശരീരത്തെ വിട്ടുപോകും. പിന്നെ വേറെ ശരീരത്തിൽ പ്രവേശിച്ച് അതിൽ ജീവിക്കും എന്നാണ് വേദാന്തത്തിന്റെ വാദം. ഈ സൂക്ഷ്മ ശരീരത്തെയാണ് വേദാന്തത്തിൽ ജീവൻ എന്ന് വിളിക്കുന്നത്. പിന്നെ ആനന്ദമയ കോശം എന്ന് പറഞ്ഞ് വേറെ ഒരു 5ാമത്തെ കോശവും പറഞ്ഞു. ഇത് വേദാന്തത്തിന്റെ കൽപ്പനയാണ്, വേറെ എങ്ങും ഇതില്ല. ഈ പഞ്ചകോശ കൽപ്പന വേദാന്തത്തിന് വിശേഷമായിട്ടുള്ള. ജീവൻ അങ്ങനെയല്ല. ജീവൻ എന്നത് എല്ലാവരും പറയണ്ട. അവരൊക്കെ ജീവൻ വേറെ ഏതെങ്കിലും രൂപമായിരിക്കാം. എന്തായാലും ഈ ശരീരത്തിൽ നിന്ന് ഭിന്നമായിട്ടുള്ള ഒന്ന്, ശരീരത്തിൽ ജീവിക്കുന്നത്, ശരീരം മരിക്കുമ്പോൾ ഇത് വിട്ടുപോയി വേറെ ശരീരത്തെ പ്രാപിക്കുന്നത്, ഇങ്ങനെ ശരീരങ്ങളെ മാറി 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 എടുത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ജീവന്റെ സങ്കല്പമുണ്ട്. ഇങ്ങനത്തെ ജീവന് യാതൊരു പ്രമാണവും ഇല്ല. അപ്പൊ എല്ലാവർക്കും അറിയാം, ഒരു പുതിയ ജീവി ഉണ്ടാകുന്നത് ഒരണ്ടവും ബീജവും ചേർന്നിട്ടാണ്. അണ്ടം ജീവനാണ്, ബീജവും ജീവനാണ്. ഇനി അതിലൊരു ജീവൻ വന്നു ചേരേണ്ട യാതൊരു ആവശ്യമില്ല. ഇത് കൂടി ചേർന്ന് രണ്ടും കൂടി ഒന്നാകുന്നു സിക്ത അണ്ടം, സൈഗോട്ട്. അപ്പോഴും അത് ജീവനാണ്. ഒരു ജീവകോശം, ഒരു ലിവിങ് സെൽ. ശരീരകം എന്നാണ് ശരിക്കും. കോശം എന്ന വാക്ക് അത്ര ശാസ്ത്രീയമല്ല. ശരീരകം, ശരീരത്തെ ഉണ്ടാക്കുന്നത്. ഈ ഒരു കോശം വിഭജിച്ച് ഉണ്ടായ കോശങ്ങളാണ് നമ്മുടെ ശരീരത്തിൽ മുഴുവനുള്ളത്. വിഭജിച്ച് 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 ഉണ്ടാവും. അങ്ങനെ ഉണ്ടാകുന്ന ഓരോ കോശവും ജീവൻ. ഇവനില്ലാത്ത കോശമില്ല. ഓരോ കോശത്തിനും ബുദ്ധിയുണ്ട്, സെല്ലുലാർ ഇന്റലിജൻസ്, ശരീരക പ്രജ്ഞ. ഓരോ ശരീരകവും അതിൻ്റെ സ്വന്തം ബോധം കൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. അസംഖ്യം ബോധങ്ങളാണ് ഒരാളുടെ അകത്ത്, ഒരു ബോധമല്ല. ഈ ജീവൻ എന്നൊരു സാധനത്തിനെ നമുക്ക് പിടികിട്ടില്ല. അങ്ങനെ ഒരു സാധനത്തിനെ കണ്ടെത്താൻ കഴിയില്ല. ശരീരത്തിൽ വന്ന് കയറി അതിൽ ജീവിച്ച് മരിക്കുമ്പോൾ ഇറങ്ങി പോകുന്ന ഒരാളെ എങ്ങനെ നോക്കിയാലും കിട്ടില്ല. അതുകൊണ്ട് ഈ ജീവൻ എന്നത് കാൽപ്പനികമാണ്, ഇമാജിനറിയാണ്. ഇങ്ങനൊരു സാധനം ഇല്ല എന്ന് വിചാരിക്കും. പിന്നെ ഈശ്വരൻ, ഈശ്വരൻ എന്ന് പറയുന്നത് ജഗത്തുണ്ടാക്കിയ ആളെയാണ്, സൃഷ്ടികർത്താവ്, സ്രഷ്ടാവ്. ആരാണ് സ്രഷ്ടാവ്? സൃഷ്ടിച്ചവരാണ്. ഇയാൾ എന്തുകൊണ്ടാണ് ജഗത്തിനെ സൃഷ്ടിച്ചത്? ഭഗാരൻ മണ്ണുകൊണ്ട് കുടമുണ്ടാക്കും. ഒരു കുടമുണ്ടാകുമ്പോൾ കുടമുണ്ടാക്കുന്ന ആളുണ്ട്, അതിനൊരു സ്രഷ്ടാവുണ്ട്. അയാൾ ഘടസൃഷ്ടിക്ക് ഉപയോഗിച്ച ദ്രവ്യമുണ്ട്, മണ്ണ്. മണ്ണ് മെനഞ്ഞ് കുടം ഉണ്ടാക്കി. അതുപോലെ ഈശ്വരൻ ജഗത്തുണ്ടാക്കിയെങ്കിൽ എന്തുകൊണ്ടാണ് ഉണ്ടാക്കിയത് എന്ന് ചോദ്യം വരും. ഈശ്വരൻ എങ്ങനെ ഉണ്ടായി എന്ന ചോദ്യം വരും. ഈശ്വരൻ നിത്യനാണ് എന്ന് പറഞ്ഞാലും കാര്യം നടക്കില്ല. അങ്ങനെ നിത്യനായ ഈശ്വരൻ ഉണ്ട് എന്നതിന് പിന്നെയും പ്രമാണം കാണിക്കണം. എന്ത് പറഞ്ഞാലും പ്രമാണം കാണിക്കേണ്ടി പറ്റില്ല, അപ്പോഴേ അത് വിജ്ഞാനമുള്ളൂ. ഇങ്ങനെ സൃഷ്ടിക്കുന്ന ഒരാള്, അതിനെ പരിപാലിക്കുന്ന ആൾ, ഇതിനെ സംഹരിക്കുന്ന ആള്, ഇതിനൊന്നും പ്രമാണമില്ല. പ്രമാണമില്ല എന്ന് മാത്രമല്ല, അതില്ല എന്നതിന് പ്രമാണമുണ്ട് താൻ.
ഈ പറഞ്ഞ യാതൊരു കൽപ്പനകളും ഇല്ലാത്ത ഒരേടാകൂടവും ഇല്ലാത്ത ഒരു വിജ്ഞാനം, ഒരു വിദ്യ നമ്മുടെ നാട്ടിൽ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ പേര് ഉപനിഷത്ത് എന്നാണ്. ഉപനിഷത്ത് ഉപനിഷത്ത് എന്ന പേരിലൊരു വാങ്മയമേ പണ്ടുണ്ടായിരുന്നുള്ളൂ. പിന്നീട് അതെല്ലാം കയ്യേറി അതിൽ കപടശാസ്ത്രങ്ങൾ നിറച്ച് വേർപ്പിച്ച് പിന്നെ അതിനെ വിഭജിച്ച് പല പേരുകളിട്ട് പല ഉപനിഷത്തുകളാക്കി അങ്ങനെ അതിനെ കപടശാസ്ത്രമാക്കി മാറ്റിയിട്ടുണ്ട്. പക്ഷെ അതിൻ്റെ ഉള്ളിലും ആ ഉപനിഷത്ത് ഇപ്പോഴും ജീവിക്കുന്നു. ആ ഉപനിഷത്തിനെ നമുക്കിപ്പോഴും വേർതിരിച്ചറിയാം. കപടശാസ്ത്രം കപടശാസ്ത്രമായിട്ട് തന്നെ നീങ്ങിയിരിക്കും. നെല്ലും പതിരും വേർതിരിക്കുന്നത് പോലെ യഥാർത്ഥ ഉപനിഷത്തും അതിൽ ചേർത്തുള്ള കപടശാസ്ത്രം നമുക്ക് ഇന്നും നിഷ്പ്രയാസം വേർതിരിച്ചെടുക്കാം. ആ ഉപനിഷത്ത് നോക്കിയാൽ അതിൽ തത്വമസി പ്രകരണം എന്നൊരു പ്രകരണം. ആ തത്വമസി പ്രകരണം ജഗത്തിന്റെ ഉത്പത്തി പരിണാമങ്ങളെ സംബന്ധിച്ചിട്ടാണ്. അതിൽ പറയുന്നു ആദ്യം സത്ത് എന്ന ഒന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സത്തിനുള്ളത് എന്നാണ് അർത്ഥം. ഉണ്മ, എക്സിസ്റ്റൻസ് എന്ന് വിളിക്കാം. ഉണ്മ അസ്ഥിതാമാത്രമായ വസ്തു എന്നാണ് ഭാഷ്യത്തിൽ അതിനെ വിവരിക്കുന്നത്. ഉണ്ട് എന്ന് മാത്രം പറയാൻ കഴിയുന്ന വസ്തു. നീളമില്ല, വീതിയില്ല, ഉയരമില്ല, ഭാരമില്ല, അങ്ങനെ വസ്തു സത്ത്. അത് സങ്കല്പിച്ച് ഉത്ക്രമിച്ച് അവയവങ്ങളെ രചിച്ച് എല്ലാം ആയി തീർന്നു എന്നാണ് ഭാഷ്യം. അപ്പൊ സത്ത എന്ന ഒന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സദൈവ സൗമ്യ ഇതമഗ്രാസീത് ഏകമേവ അദ്വിതീയം. ഒരേ ഒന്ന് മാത്രം, രണ്ടാമതൊന്നില്ലാതെ ഒന്ന് മാത്രമായിട്ട് ആദിയിൽ സത്യം ഉണ്ടായിരുന്നുള്ളൂ. അത് സങ്കല്പിച്ചു എന്ന് പറഞ്ഞിട്ട് പിന്നെ തുറന്നു പോകുന്നു. അപ്പൊ അങ്ങനത് സങ്കല്പിച്ച് അവയവ രചന എല്ലാം ആയി തീർന്നു. അപ്പൊ സത്താണ് എല്ലാം, വേറെ ഒന്നുമില്ല. അപ്പൊ സത്ത് ജഗത്തായി തീരുകയാണ്. സത്ത് ജഗത്തിനെ ഉണ്ടാക്കുകയല്ല, സൃഷ്ടിക്കുകയല്ല. സത്ത് ജഗത്തായി തീരുന്നു. കാരണം കാര്യമായി തീരുന്നു. കാരണത്തിൽ നിന്ന് കാര്യം ഉണ്ടാവുകയല്ല. കാരണം പരിണമിച്ച് കാര്യങ്ങൾ ഉണ്ടാകുന്നു. പരിണമിച്ച് 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 അസംഖ്യം വിധത്തിൽ പരിണമിച്ച് അസംഖ്യം കാര്യങ്ങൾ ഉണ്ടാകുന്നു. അസംഖ്യം കാര്യങ്ങളുടെ സമാഹാരത്തെ ജഗത്ത് എന്ന് വിളിക്കുന്നു. ജഗത്ത് എന്ന് പറയാൻ എന്താ? ഗച്ഛതി. ഇത് ജഗത്ത്, പോയിക്കൊണ്ടിരിക്കുന്നു. പോകാതെ ഒരു സ്ഥലത്ത് വേറെ സ്ഥലത്തേക്ക് പോവുകയല്ല. അങ്ങനെ ജഗത്തിന് പോകാൻ പറ്റില്ലല്ലോ. സ്ഥലം എന്ന് പറഞ്ഞാൽ ജഗത്തിന്റെ അകത്തേ ഉള്ളൂ സ്ഥലം, പുറത്തൊന്നും സ്ഥലമില്ല. അപ്പോ ജഗത്തിന് പോവാൻ സ്ഥലമില്ല, എങ്ങും പോയില്ല അത്. അപ്പൊ ഒരു സ്ഥാനത്തിൽ നിന്ന് വേർപാടും വേറെ സ്ഥാനത്തോട് ചേർച്ചയും എന്ന രൂപത്തിലുള്ള ഈ ഗച്ഛ ധാതുവിന്റെ വാച്യാർത്ഥം അവിടെ കടിക്കില്ല. അപ്പൊ അത് ബാധിച്ചു പോയി എന്ന് പറയും. വാച്യാർത്ഥം ബാധിച്ചു പോയി. അപ്പൊ എന്ത് വന്നു? അപ്പൊ ലക്ഷണം കൊണ്ട് വേറെ അർത്ഥം കിട്ടും. വാച്യാർത്ഥത്തിന് ബാധ ഉണ്ടാകുമ്പോൾ ആ ശബ്ദം വേറെ ഒരു വ്യാപാരം കൊണ്ട് വേറെ അർത്ഥത്തിന്റെ ബോധം ജനിപ്പിക്കും. അത് ലക്ഷണ എന്ന വ്യാപാരം. ഇവിടെ ഒരു സ്ഥാനം വിട്ട് വേറെ സ്ഥാനത്തോട് ചേരുന്നു എന്ന അർത്ഥം വിട്ടിട്ട് ഈ ധാതുവിന് ഒരവസ്ഥയെ വിട്ട് വേറെ അവസ്ഥയോട് ചേരുന്നു എന്നർത്ഥം. ഒരവസ്ഥ വിട്ട് അതിനേക്കാൾ മേലെയുള്ള വേറെ അവസ്ഥയെ പ്രാപിക്കുക, അതും വിട്ട് അതിനേക്കാൾ മേലുള്ള അവസ്ഥയെ പ്രാപിക്കുക, ഇങ്ങനെ മേൽപോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുക. അങ്ങനെ മേൽപോട്ട് പോകുന്നതിനെയാണ് ഉത്ക്രാന്തി എന്ന് പറയുന്നത്. ഉത് എന്ന് പറഞ്ഞാൽ മേൽപോട്ട്, ക്രാന്തി കാലപ്പ്, ക്രമു പദവിന്യാസേ. ക്രമു എന്ന ധാതുവിന് പദവിന്യാസം, കാൽവയ്പ് എന്നർത്ഥം. അപ്പൊ ഉത് ക്രാന്തി, മേൽപോട്ടേക്കുള്ള കാൽവയ്പ്. അപ്പൊ കേവലം ഉണ്മ മാത്രമായിരുന്ന സത്ത് ഇങ്ങനെ മേൽപോട്ടേക്ക് കാല് വെച്ച് ഉയർന്നുയർന്നു പോവാണ്. അസംഖ്യം ബോധതലങ്ങൾ ഉണ്ടാവുന്നു, ശക്തിതലങ്ങൾ ഉണ്ടാവുന്നു, ദ്രവ്യതരംഗങ്ങൾ ഉണ്ടാവുന്നു, പ്രയാത്മാങ്ങൾ ഉണ്ടാവുന്നു. ഈ ശക്തിമണ്ഡലങ്ങളിൽ പിന്നെ
കണങ്ങൾ ഉണ്ടാകുന്നു, അണുക്കൾ ഉണ്ടാകുന്നു, മോളിക്യൂൾ ഉണ്ടാകുന്നു, സ്ഥൂല പദാർത്ഥങ്ങൾ ഉണ്ടാകുന്നു, ഇതിൻ്റെ എല്ലാം പലതരം സംയുക്തങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെയാണ് ജഗത്തും. എല്ലാം തത്വമസി പ്രകരണം. വിശ്വോത്ക്രാന്തി സിദ്ധാന്തം, തിയറി ഓഫ് യൂണിവേഴ്സൽ എവല്യൂഷൻ, ഇങ്ങനെ സ്ഥാപിക്കും. ഇതാണ് വിജ്ഞാനത്തോട് പൊരുത്തപ്പെടുന്ന, യുക്തിക്കും അനുഭവത്തിനും നിരക്കുന്ന വിശദീകരണം. അതുകൊണ്ട് ഉപനിഷത്ത് സത്ശാസ്ത്രമാണ് എന്ന് തീരുമാനിക്കും. സൃഷ്ടിക്കുന്ന ആളില്ല, സൃഷ്ടിയുമില്ല. സൃഷ്ടാവില്ലാതെ എങ്ങനെ സൃഷ്ടി ഉണ്ടാവുമെന്നാണ് ദൈവവാദികൾ ചോദിക്കുക. സൃഷ്ടിയില്ല. സൃഷ്ടിയുണ്ടെന്ന് ആര് പറഞ്ഞു? സൃഷ്ടി ഉണ്ടെങ്കിലല്ലേ സൃഷ്ടാവുണ്ടു. സൃഷ്ടിയില്ല. ഉള്ളത് പരിണാമം മാത്രമാണ്, എവല്യൂഷനാണ്, ക്രിയേഷൻ ഇല്ല. ക്രിയേഷനിസം എന്ന് പറയുന്ന ശുദ്ധമേ അസംബന്ധമാണ്. ക്രിയേഷന് നിലനിൽപ്പില്ല. ഒരു യുക്തി കൊണ്ടും ക്രിയേഷനെ കാണിക്കാൻ പറ്റില്ല. സൃഷ്ടിയില്ല. ക്രാന്തി മാത്രമാണുള്ളത്. ക്രാന്തി എന്നൊരൊറ്റ പ്രക്രിയയാണ് ജഗത്തിൽ മുഴുവൻ. അങ്ങനെ കാരണം കാര്യമായി ഉത്ക്രമിക്കുന്നു. സത്ത് ജഗത്താകുന്നു. ആ ജഗത്ത് സത്തിൽ ഉള്ളതാണ്. സത്താണ് ജഗത്ത്. അതുകൊണ്ട് ജഗത്ത് സത്യം ആണ്. ജഗത്ത് മിഥ്യയല്ല. ജഗത്ത് സത്യമാണ്. അങ്ങനെ ജഗത്ത് എന്ന സത്യം പ്രമാണസിദ്ധമാകുന്നു. ഉപനിഷത്ത് കൊണ്ട് സിദ്ധിക്കുന്നു. അത് യുക്തിവിചാരം കൊണ്ടും സിദ്ധിക്കും. അത് ആധുനിക വിജ്ഞാനം കൊണ്ടും സിദ്ധിക്കുന്നു. ജഗത്ത്, ജീവൻ പറഞ്ഞു നിരാധാരമാണ്. അങ്ങനെ ഒരു സാധനത്തിന് നമുക്ക് കണ്ടെത്താൻ കഴിയില്ല, പ്രമാണം കാണിക്കുന്നു. അതുപോലെ ഈശ്വരനും ഒരു പ്രമാണം കാണിക്കുന്നില്ല. പിന്നെ ബന്ധം, മോക്ഷം. ബന്ധവും മോക്ഷവും ഉണ്ടോ വാസ്തവത്തില്? പക്ഷെ അത് ദർശനം പറയുന്ന മാതിരിയല്ല. ദർശനത്തിൽ ബന്ധം എന്ന് പറഞ്ഞാൽ എന്താണ്? ജീവന്റെ ശരീര സംബന്ധമാണ് ബന്ധം എന്നാണ് പറയണത്. ജീവന്റെ ശരീര സംബന്ധമാണ് ബന്ധം. ആ ബന്ധം അറുത്ത് കളയലാണ് മോക്ഷം. ജീവന് ശരീര സംബന്ധം ഇല്ലാണ്ടാവണം. അപ്പൊ മോക്ഷായി. അപ്പൊ ജീവൻ തന്നെ ഉണ്ട് എന്ന് കാണിക്കാൻ പ്രമാണം ഇല്ലാത്തത് കൊണ്ട് ജീവന്റെ ശരീര സംബന്ധം കാണിക്കാനും പ്രമാണമില്ല. ബന്ധത്തിന് പ്രമാണമില്ലാത്തത് കൊണ്ട് മോക്ഷത്തിനും പ്രമാണമില്ല. അപ്പൊ ജീവനും ഈശ്വരനും ബന്ധവും മോക്ഷവും ഇങ്ങനെ നിരാധാരമായി പോകുന്നു. ജഗത്ത് മാത്രം നിൽക്കും. അത് സത്തിന്റെ എവല്യൂഷനാണ്. സത്ത് നിത്യമാണ്. സത്തൊരിക്കലും ഉണ്ടായതല്ല, ഒരിക്കലും നശിക്കുകയില്ല. അത് നിത്യമായ വസ്തുവാണ്. ബോധം നിത്യമാണ്. അതും കൂടി നിത്യമല്ലെങ്കിൽ അതും കൂടി ഇല്ലാണ്ടായി പിന്നെ ജഗത്തിനുണ്ടാവാൻ കഴിയില്ല. അപ്പൊ സത്ത് എന്നത് നിത്യമാണ്. സത്ത് ഇപ്പോൾ ജഗത്തായിട്ടാണ് ഉള്ളത്. ഇപ്പൊ സത്തിനെ അന്വേഷിച്ച് പോയാൽ കാണില്ല. ഇപ്പൊ അത് ജഗത്തായിട്ടാണ് ഉള്ളത്. ഈ ഉത്ക്രമിച്ചുണ്ടായ നാമരൂപങ്ങളെല്ലാം ലയിച്ചു പോയാൽ പിന്നെ സത്ത് മാത്രം ബാക്കിയാവും. അപ്പോഴേ ഇനി സത്തിനെ കാണാൻ സാധിക്കുള്ളൂ. അതുവരെ ജഗത്തേ ഉള്ളൂ. അപ്പൊ സത്ത് ജഗത്തായിട്ടിരിക്കുന്നു, ക്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് മാത്രമാണ് സത്യം. ഇതല്ലാതെ ഒരു സത്യവും ഇല്ല. അപ്പൊ സത്ത് സത്യം. സത്യം എന്ന് പറയുന്നത് ജഗത്ത്. അതുകൊണ്ട് ഈ ജീവേശ്വര ജഗത്ബദ്ധ മോക്ഷ പ്രതിപാദകമായ ഈ ശാസ്ത്രങ്ങൾ, 190-ൽ പരം ശാസ്ത്രങ്ങൾ കപട ശാസ്ത്രങ്ങളാണ് എന്ന് വരുന്നു. കുറച്ച് ധൈര്യം വേണം ചിന്തിക്കാൻ. പറയാൻ അതിനേക്കാളും ധൈര്യം വേണം. പറഞ്ഞാൽ ആളുകൾ എന്താ വിചാരിക്കുക എന്നൊരു ഭയം ഉണ്ടാവും. പക്ഷെ സത്യം പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. ഇത് ദർശനങ്ങളെ നമ്മൾ വിമർശന ബുദ്ധിയോടുകൂടി പഠിച്ചാൽ നമുക്ക് അറിയാൻ കഴിയുന്നതാണ്. ഇതിലൊരു നിഗൂഢതയും ഇല്ല. വിമർശന ബുദ്ധി ഇല്ലാത്തതാണ് പ്രശ്നം.
ശാസ്ത്രം യുക്തി കൊണ്ട് സമീപിക്കേണ്ടതാണ്, വിശ്വാസം കൊണ്ട് സമീപിക്കേണ്ടതല്ല. വിശ്വാസത്തിന് വിജ്ഞാനത്തിൽ സ്ഥാനമില്ല. വിജ്ഞാനത്തിൽ യുക്തിക്കും ബുദ്ധിക്കും മാത്രമേ സ്ഥാനമുള്ളൂ. യുക്തിയിലും ബുദ്ധിയിലും കൂടിയാണ് അനുഭവത്തിലെത്തുന്നത്. വേറൊരു വഴിക്ക് പോയാലും അനുഭവത്തിലെത്തില്ല. അനുഭവമാണ് പരമമായ പ്രമാണം. അതാണ് പ്രത്യക്ഷം എന്ന് പറയുന്നത്. സാക്ഷാത്കാരം, സാക്ഷാത്കൃതി, അനുഭവം, അനുഭൂതി എന്നൊക്കെ പറയും. റിയലൈസേഷൻ അതെങ്ങനെ ഉണ്ടാവുന്ന? യുക്തി കൂടിയാണ്. യുക്തിയിൽ കൂടി അല്ലാതെ അനുഭവത്തിലേക്ക് വഴിയില്ല. വിശ്വാസത്തിൽ കൂടെ അനുഭവത്തിൽ പോകാൻ പറ്റില്ല. യുക്തിക്കും അനുഭവത്തിനും പ്രതിബന്ധമാണ് വിശ്വാസം. വിശ്വസിച്ചാൽ പിന്നെ ബുദ്ധി പ്രവർത്തിക്കില്ല, യുക്തി പ്രവർത്തിക്കില്ല. അതോടുകൂടി അറിവിന്റെ വഴി അടഞ്ഞു. അപ്പൊ ഒന്നുകിൽ വിശ്വസിക്കാം, അല്ലെങ്കിൽ അറിയാം. ഇത് രണ്ടും കൂടി ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇതിലേതാണെന്ന് ആദ്യം തിരഞ്ഞെടുക്കണം. വിശ്വാസം വേണോ, അറിവ് വേണോ? ഇതാണ് പ്രശ്നം. അപ്പോ ഇങ്ങനെയാണ് ഈ ദർശനങ്ങളുടെ സ്ഥിതി. ഈ ദർശനങ്ങളിൽ ഈ മീമാംസ, വേദാന്തം, സാഖ്യം, പാതഞ്ജലം, യോഗം എന്ന് പറയാൻ പാടില്ല, യോഗം പലതുണ്ട്. അതിൽ പാതഞ്ജലം എന്നാണ് അതിന് ശരിക്കുള്ള പേര്. സാധാരണ ഈ പാതഞ്ജലത്തെ ഉദ്ദേശിച്ചിട്ട് യോഗം എന്നും പറയേണ്ടത് ശരിയായ പ്രയോഗമല്ല. പാതഞ്ജലത്തെ പാതഞ്ജലം എന്ന് തന്നെ പറയണം. യോഗത്തിന് വേറെ അർത്ഥം എന്താ? അപ്പോൾ ഇവിടെ ഈ സാഖ്യം, പാതഞ്ജലം, മീമാംസ, വേദാന്തം. വേദാന്തത്തിന് മീമാംസ എന്ന് തന്നെ പറയാറുണ്ട്. അത് ഉപനിഷത്തിന്റെ മീമാംസയാണെന്നാണ് അവർ അവകാശപ്പെടുന്നത്. അതല്ല എന്ന് വായിച്ചു നോക്കുമ്പോൾ മനസ്സിലാവും, അത് വേറെ വിഷയം. അപ്പൊ ഇങ്ങനെ 4 ഇത് ദർശനത്തിൽപ്പെട്ടതാണ്. കാരണം അതിൽ ഈ 5 വിഷയങ്ങളാണ്. ഈ ഈശ്വര ജഗത് ബന്ധ മോക്ഷ പ്രതിപാദകങ്ങളാണ്. അങ്ങനെ അല്ലാത്ത 2 അതിൽ ചേർത്ത് വെച്ചിട്ടുണ്ട്. അതാണ് ന്യായവും വൈശേഷികവും. ഇതിൽ ന്യായശാസ്ത്രത്തെ പറഞ്ഞു, അത് പ്രമാണ വിജ്ഞാനമാണ്. പ്രമാണ വിജ്ഞാനമാണ് ന്യായശാസ്ത്രം. പ്രമേയ വിജ്ഞാനമാണ് വൈശേഷികം. പ്രമേയം അറിയപ്പെടേണ്ടത് എന്താണ്? അറിയേണ്ടത് ജഗത്തിനെയാണ് അറിയേണ്ടത്. അപ്പോൾ ഈ ജഗത്തിനെ പഠിക്കുന്നു വൈശേഷികം. അപ്പോൾ ആധുനിക കാലത്ത് ഫിസിക്സും കെമിസ്ട്രിയും കൊണ്ടൊക്കെ പഠിക്കുന്ന വിദ്യ ഏതാണോ, അതാണ് പ്രാചീന കാലത്ത് കണാദൻ ചെയ്തത് വൈശേഷികത്തിന്. അത് പ്രാചീന ഭാരതത്തിലെ ഫിസിക്സും കെമിസ്ട്രിയാണ്. അത് ജഗത് വിജ്ഞാനം. അപ്പൊ അതിന് പ്രമേയ ശാസ്ത്രമായിട്ട് പറയുന്നു, ന്യായത്തെ പ്രമാണശാസ്ത്രമായിട്ടും പറയും. ഇങ്ങനെ 2. അപ്പൊ കപടശാസ്ത്രം അല്ല, ഇവ രണ്ടും സച്ഛാസ്ത്രങ്ങളാണ്. ഇത് വായിച്ചു നമുക്ക് മനസ്സിലാവും. ഈ 2 ഈ വൈശേഷികമൊക്കെ ഈ ജീവേശ്വര ജഗത് ബന്ധമോക്ഷങ്ങളല്ല പ്രതിപാദിക്കുന്നത്. ഇതിനെ ദർശനമാക്കാൻ വേണ്ടി പിന്നീട് അതിലേക്ക് ഈ ദർശനത്തിന്റെ ലക്ഷണം ഉണ്ടാക്കാൻ ചില സൂത്രങ്ങൾ ചെലുത്തിയിട്ടുണ്ട്. അത് ഉപനിഷത്തിൽ പണ്ടേ ചെയ്തത് തന്നെ ഇതിലേക്ക് ചെയ്തു എന്നേ ഉള്ളൂ. ഉപനിഷത്തിൽ ഇങ്ങനെയാണല്ലോ കപടശാസ്ത്രങ്ങൾ കയറ്റി ഉറപ്പിച്ച് അതിനെ പരിഹാസ്യമാക്കി, മുഴുവൻ കപടശാസ്ത്രം പോലെയാക്കി. കപടശാസ്ത്രവും സച്ഛാസ്ത്രവും വേർതിരിഞ്ഞാണ് നിൽക്കുന്നത് എന്ന് നോക്കിയാൽ മനസ്സിലാവും ചെയ്യും. ഇപ്പൊ ന്യായശാസ്ത്രം എന്ന് പറയുന്നത് ദർശനങ്ങളിൽ പെടുന്നില്ല. ന്യായശാസ്ത്രം എന്നല്ലാതെ ന്യായ ദർശനം എന്ന് പറയരുത്. വൈശേഷിക ശാസ്ത്രം എന്നല്ലാതെ വൈശേഷിക ദർശനം എന്ന് പറയരുത്. ഇതിനെ രണ്ടിനെയും വേറെ ആയിട്ട് തന്നെ പഠിക്കും. ഇത് തനി ഭാരതീയ ശാസ്ത്രങ്ങളാണ്. ഇത് ഭാരതീയ വിദ്യയുടെ അടിസ്ഥാനമാണ്. ഇങ്ങനെയുള്ള ഈ ന്യായശാസ്ത്രം
പ്രമാണ വിജ്ഞാനം. പ്രമാണത്തിന്റെ കൂടെ വേറെയും പല വിഷയങ്ങളുണ്ട് വിജ്ഞാനത്തെ സംബന്ധിക്കുന്നത്. അപ്പോൾ വിജ്ഞാനങ്ങളുടെ വിജ്ഞാനം ആണ് ഈ ന്യായശാസ്ത്രം. അങ്ങനെയുള്ള ന്യായശാസ്ത്രമാണ് നമ്മൾ ഇന്ന് ചിന്തിക്കാൻ തുടങ്ങിയത്. അപ്പോൾ സമയം കഴിഞ്ഞുകൊണ്ട് തൽക്കാലം നമുക്ക് ഇവിടെ നിർത്താം. ഏറെക്കുറെ സമയമായി, 10:19. ഈ കഴിഞ്ഞതിന് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. അറിയുമ്പോൾ